ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിച്ചവരുടെ ഓർമ്മ ദിവസം. എന്തിനാണ് ലത്തീൻ സഭയിലും പൗരസ്ത്യ സഭകളിലും വെവ്വേറെ ദിവസങ്ങൾ? ഇതൊക്കെ ദൈവം ചോദിക്കുമോ? ഇതൊക്കെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണോ? മരിച്ചവര് നിദ്ര പ്രാപിച്ചിരിക്കുകയാണെന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കുറേ പേര് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണോ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ബൈബിളിൽ എവിടെയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ശുദ്ധീകരണ സ്ഥലമുണ്ടോ? യേശു ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഈ തനത് വിധിയും പൊതുവിധിയും എന്നൊക്കെ പറയുന്നത് ബൈബിളിൽ ഉള്ളതാണോ? നമ്മുടെ ഹിന്ദു സഹോദരിമാരും മുസ്ലിംസും വിശ്വസിക്കുന്നത് പോലെയാണോ ആത്മാവിൻ്റെ ഉയർപ്പിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്? ആത്മാവിൻ്റെ അമരത്വം അവർ പറയുന്നതും നമ്മൾ പറയുന്നതും ഒന്ന് തന്നെയാണോ? നമ്മുടെ പ്രാർത്ഥന മരിച്ചവരെ സഹായിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ മരിച്ചവരുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പൗരസ്ത്യ സുറിയാനി കൽദായ കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയിൽ ദനഹ കാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസമായി ആചരിക്കുന്നത്. മറ്റ് പൗരസ്ത്യ സഭകളിലും അങ്ങനെ തന്നെയാണ്. 10ാം നൂറ്റാണ്ട് വരെ ലത്തീൻ സഭയിലും അങ്ങനെയായിരുന്നു. ഉദാഹരണം, 7ാം നൂറ്റാണ്ട് വരെ സ്പെയിനിൽ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയായിരുന്നു സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസം ആചരിച്ചിരുന്നത്. എന്നാൽ ക്ലൂണിയിലെ ബെനഡിക്റ്റൈൻ ആബട്ടായിരുന്ന ഒഡീലോ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 962 മുതൽ ക്രിസ്തുവർഷം 962 മുതൽ 1049 വരെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശ്രമങ്ങളിലും നവംബർ 2 ആത്മാക്കളുടെ ദിനമായി ആചരിക്കാൻ ആവശ്യപ്പെട്ടു. ആ സന്യാസ സമൂഹത്തിലെ ആചാരം സാവകാശം പാശ്ചാത്യ സഭയിലാകെ വ്യാപിച്ചു. ഞങ്ങൾ സാധാരണക്കാർ ഇത്ര നാളും പാലിച്ചത് നവംബർ 2. അത് മാറ്റേണ്ട കാര്യമുണ്ടോ? കർത്താവ് ഇതെല്ലാം ചോദിക്കുമോ? ഇതൊക്കെ നിസ്സാരങ്ങളായ കാര്യങ്ങളല്ലേ? ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. 4 നൂറ്റാണ്ടോളം നമ്മൾ വിദേശികളുടെ അടിമകളായിരുന്നു. 4 നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട്, അത് ഞങ്ങൾക്ക് ശീലമായതുകൊണ്ട് ആ അടിമത്തത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ പറയുന്നത്. നമുക്ക് വളരെയേറെ സമ്പന്നമായ ദൈവശാസ്ത്രവും ആരാധനക്രമവും ആചാരങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം നെസ്റ്റോറിയനാണെന്ന് മുദ്ര കുത്തപ്പെട്ട് അത് തകർക്കപ്പെടുകയും നാം മറ്റൊരു സഭയുടെ അടിമകളാക്കപ്പെടുകയും ചെയ്തു. നമ്മുടേതായിരുന്ന ദൈവശാസ്ത്രവും ആചാരങ്ങളും ആരാധനക്രമ രീതികളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളതെല്ലാം വീണ്ടെടുക്കുന്നതിനുള്ള വലിയ പ്രക്രിയയിലാണ്. അതിൻ്റെ സംഘർഷങ്ങളാണ്. ഒരുപക്ഷെ അതിൻ്റെ ഈറ്റുനോവ്, പ്രസവ വേദനയാണ് നാം ഇപ്പോൾ എറണാകുളത്തും ഫരീദാബാദിലും ഒക്കെ അനുഭവിക്കുന്നത്. ഇതെല്ലാം കർത്താവ് ചോദിക്കുമോ? ചോദിക്കും. എന്താ സംശയം? എന്തിനാ കർത്താവ് തൻ്റെ പിൻഗാമികളായിട്ട് ഒരാളെ മാത്രം തിരഞ്ഞെടുക്കാതെ, പത്രോസിനെ മാത്രം തിരഞ്ഞെടുക്കാതെ 12 പേരെ തിരഞ്ഞെടുത്തത്? എന്തിനാണ് സ്ലീഹന്മാരും സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷകന്മാരായ പ്രവാചകന്മാർ, പൗലോസിനെ പോലെയുള്ളവർ, അവരുടെ മേൽ സഭ സ്ഥാപിച്ചുവെന്ന് എഫേസസ് ലേഖനത്തിൽ 2:20 പൗലോസ് പറയുന്നത്? എന്തിനാ കർത്താവ് ഈശോമിശിഹ 12 പേരെ തിരഞ്ഞെടുത്തേ? നിങ്ങൾ 12 സിംഹാസനങ്ങളിരുന്ന് ഭരിക്കുമെന്ന് പറഞ്ഞത് എന്തിനാ? എന്തിനാ നമുക്ക് 4 സുവിശേഷങ്ങൾ? ഒരു സുവിശേഷം മതിയായിരുന്നില്ലേ? എല്ലാം ഒരുപോലെ മതിയായിരുന്നെങ്കിൽ ഒരു സുവിശേഷം മതിയായിരുന്നില്ലേ? എന്തിനാ 4 സുവിശേഷങ്ങൾ? എന്തിനാ 12 സ്ലീഹന്മാർ? അപ്പോൾ ഈ വൈവിധ്യങ്ങൾ, വ്യത്യസ്തമായ ദൈവശാസ്ത്രങ്ങൾ, വ്യത്യസ്തമായ സഭകൾ, ഇതെല്ലാം ദൈവം ആഗ്രഹിച്ചതാ. 12 സ്ലീഹന്മാരിലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. അതിൻ്റെ പാറക്കല്ലായിട്ട് പത്രോസിനെ വെച്ചു. അതിപ്പോഴും തുടരുന്നു. അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്.
അപ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ താല്പര്യങ്ങളാണ്, കർത്താവ് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഇതൊക്കെ കർത്താവ് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ചോദിക്കുമെന്ന് തന്നെയാണ് ഉത്തരം. ഇല്ലെങ്കിൽ കർത്താവ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഓരോ സഭയുടെയും, ഓരോ സ്ലീഹായും സ്ഥാപിച്ച സഭയുടെയും ദൈവശാസ്ത്രവും ലിറ്റർജിയും അനുസരിച്ച് ആ സഭയിൽ അംഗങ്ങൾ ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കർത്താവ് അത് ചോദിക്കും ചെയ്യും. നമ്മൾ ഇല്ലേ, എനിക്ക് വിശന്നു ഭക്ഷിക്കാൻ തന്നോ, എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നോ, ആ ഒരു ചോദ്യം മാത്രമല്ല ഉണ്ടാകുക. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ പറ്റുന്ന കർത്താവ് ഓരോരുത്തരും പ്രവൃത്തികൾക്കനുസരിച്ചാണ് വിധിക്കുക. ഓരോരുത്തരും പ്രവൃത്തികൾക്കനുസരിച്ച്, ഓരോ സഭയിലെയും അംഗങ്ങൾ അവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് വിധിക്കുക. ദനഹകാലത്ത് അവസാനത്തെ വെള്ളിയാഴ്ച മരിച്ചവരുടെ ഓർമ്മ ദിവസമായിട്ട് പൗരസ്ത്യ സഭകളും വിശേഷിച്ച് സീറോ മലബാർ സഭയും ആചരിക്കുന്നതിന് പല ദൈവശാസ്ത്ര കാരണങ്ങളുണ്ട്. ചിലത് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദനഹ എന്നതിന് പ്രത്യക്ഷത, വെളിപാട് എന്നൊക്കെയാണല്ലോ അർത്ഥം. ഈശോ ലോകത്തിന് വെളിപ്പെട്ടതിനെ കുറിച്ചാണ് ഈ കാലത്തെ സുപ്രധാന ചിന്തകളെല്ലാം. യോർദാൻ നദിയിൽ സ്നാനമേറ്റതിന് പിന്നാലെ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ഈശോയുടെ മേൽ വന്ന് വസിക്കുകയും ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവപിതാവ് പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്തു. അത് അവിടെയാണ് ആരംഭിച്ചത് ദനഹകാലം. ഈ കാലത്തെ വെള്ളിയാഴ്ചകളിലെല്ലാം ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ സുവിശേഷകന്മാര്, രക്തസാക്ഷികള്, മൽപ്പാന്മാര്, വേദപാരംഗതന്മാര്, സഭാപിതാക്കന്മാര്, വിശുദ്ധര് എന്നിവരെല്ലാം നമ്മൾ ഓർക്കുകയാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് മരിച്ചവരുടെ ദിവസവും ഓർക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. 2, ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ മരിച്ചവരെല്ലാം തങ്ങളുടെ ജീവിതത്തെ ഈശോയുടെ ഒരു ആവിഷ്കാരമായി, ദനഹയായിട്ടാണ് മാറ്റിയവരാണ്. ഈശോയുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മരിച്ചവരെയാണ് നമ്മൾ ഓർക്കുന്നത്. അവര് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തങ്ങളുടെ ജീവിതത്തെ ഈശോയുടെ ദനഹയായി, ആവിഷ്കാരമായി മാറ്റിയവരാണ്. ഇതേക്കുറിച്ച് പൗലോസ്ലീഹ റോമാലേഖനം 12:1 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി സമർപ്പിക്കുവിൻ. റോമാലേഖനം 12:1. ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയും ആത്മാവുമുള്ള ജീവിയായ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മൃഗബലികളല്ല, മറ്റൊന്നുമല്ല, സ്വന്തം ശരീരം കൊടുക്കാനാണ് പറയണേ. നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള സജീവ ബലിയായി സമർപ്പിക്കുക. ഈ സജീവ ബലി എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ലോഗിക്കെ ലാത്രേയി എന്നാണ്. ലോഗിക്ക എന്ന വാക്ക് ലോഗോസ് എന്നാണ്. ലോഗോസ്. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ വചനമായി രൂപാന്തരപ്പെടുത്തുക, അതാണ് ദൈവത്തിന് കൊടുക്കാവുന്ന ബുദ്ധിയുള്ള ആരാധന. ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആരാധന ലോകിക്ക് ലാത്രയ്യ. അതിന്റെ വാക്കാണ് ഞാൻ പറഞ്ഞത്. ലോകിക്ക് ലാത്രയ്യ, ബുദ്ധിയുള്ള ആരാധന. സജീവ ബലി എന്നുള്ളതിന് തൂസിയാനാണ്. അപ്പോൾ ഈ ബുദ്ധിയുള്ള ആരാധന എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ലോകിക്കെ ലാത്രയ്യ, വചനത്തിനനുസൃതമായ ആരാധന എന്ന് തർജ്ജമ ചെയ്യാം. അതായത് നിങ്ങൾ ശരീരങ്ങളെ വചനമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിന് കൊടുക്കുന്ന സജീവമായ ബലി. നിങ്ങളുടെ ശരീരങ്ങളെ വചനത്തിനനുസൃതമായി വചനമായി രൂപാന്തരപ്പെടുത്തുക. ശരീരം തന്നെ ദൈവത്തിന്റെ വചനമായി മാറുക. അങ്ങനെ മാറ്റിയവരാണ് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ മരിക്കുന്നവര്. സജീവ ബലി എന്നുള്ളതിന് ഞാൻ ലോകിക്കലാത്ര എന്ന് പറഞ്ഞത് തെറ്റാണ്. തൂസിയാൻ സോസാൻ ആണ് സജീവ ബലി. ബുദ്ധിയുള്ള ആരാധനയ്ക്കാണ് ഞാൻ പറഞ്ഞത് ലോകിക്കലാത്ര ചെയ്യുക. ലോകിക്കെന്ന് വെച്ചാൽ വചനം. ക്രിസ്ത്യാനികളുടെ ശരീരങ്ങളെ വചനമായി രൂപാന്തരപ്പെടുത്തുക. അതായത് ഏതെങ്കിലും വചനം നമ്മെ കുത്തിത്തുളക്കിച്ച് കയറുന്നു, നമ്മൾ അതുപോലെ ജീവിക്കുന്നു, നമ്മുടെ ശരീരം തന്നെ ആ വചനമായിട്ട് രൂപാന്തരപ്പെടുന്നു. അങ്ങനെ വചനത്തിനനുസൃതമായി നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടുന്നതാണ് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ബുദ്ധിയുള്ള ആരാധന, സജീവ ബലി എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ, വചനമായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ ദനഹയായിട്ട് മാറുകയാണ്, ക്രിസ്തുവിന് ദനഹയായിട്ട് മാറുകയാണ്. അപ്പോൾ അവരെ ഓർക്കേണ്ടത് ദനഹകാലത്തല്ലേ. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഉടൻ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പ് എന്താണ്? ഈശോയുടെ
സഹനം, പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവയിലേക്ക്. അതായത് ഈ രഹസ്യം, പെസഹ രഹസ്യം, മരിച്ചു ഉയർത്തു, അതാണ് പെസഹ രഹസ്യം. ആ രഹസ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മരിച്ചവർ. അപ്പോൾ ആ പെസഹ രഹസ്യത്തിൽ കടക്കുന്നതിന് മുൻപ് ഈ പെസഹ രഹസ്യത്തിലൂടെ ജീവിച്ചു പോയവരെ ഓർക്കുകയാണ്. 4, ഈശോയുടെ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെയാണ് അവൻ മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങിയതും അവിടെ തന്നെ കാത്തിരുന്ന നീതിമാന്മാരെ ഉയർപ്പിച്ച് തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതും. മാത്രമല്ല, മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി അവിടെ ജീവൻ നിക്ഷേപിച്ചു കർത്താവ്. ഇതേക്കുറിച്ച് വിശുദ്ധ പത്രോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതിനായിട്ടാണ് ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിനാണ് മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. 1 പത്രോസ് 4-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. ഇത് 2 തരത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. മൂലപാഠത്തിൽ ഈ വാക്യത്തിനൊരു കർത്താവില്ല, സബ്ജക്റ്റ്. ലോഡ് അർത്ഥത്തിലല്ല, സബ്ജക്റ്റ് ഇല്ല. കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയില്ലേ, ആ കർത്താവില്ല. അതിനാൽ ഇതിങ്ങനെ തർജ്ജമ ചെയ്യാം: ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിനാണ് മരിച്ചവരോടും അവൻ പ്രസംഗിക്കപ്പെട്ടത്. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ മൊഴിമാറ്റം ആദ്യം ചെയ്തത്. പക്ഷെ സുവിശേഷം എന്ന വാക്ക് മൂലപാഠത്തിലില്ല. മാത്രമല്ല, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എവു എൻഗലിസ്തേ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവൻ പ്രസംഗിക്കപ്പെട്ടെന്ന അർത്ഥത്തിലാണ്. സ്ലീഹന്മാർ നടപടി 5:42, 8:35, 11:20, ഗലാത്യ ലേഖനം 1:16, 1 കൊരിന്ത്യസ് 15:12, 2 കൊരിന്ത്യസ് 1:19, 1 തിമോത്തി 3:16. ചുരുക്കത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്ന മരിച്ചവര് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലോ. സാത്താൻ നരകത്തിൽ ഹാപ്പിയാണോ എന്നുള്ള ഇതിൽ അവൻ നരകത്തിലേക്ക് ഇറങ്ങി, യേശു നരകത്തിലേക്ക് ഇറങ്ങി. എന്തിനിറങ്ങി? അവിടെ സൂചിപ്പിക്കുന്ന തടവിൽ കിടക്കുന്ന ആത്മാക്കൾ, അതായത് വീണുപോയ മാലാഖമാര്. ആ വീണുപോയ മാലാഖമാരല്ല ഇവിടെ സൂചിപ്പിക്കുന്ന മരിച്ചവര്. അതാണ് ഇതിൻ്റെ അർത്ഥം. പ്രത്യുത സ്ലീഹന്മാരെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു, ക്രിസ്ത്യാനികൾ സുവിശേഷം സ്വീകരിക്കുകയും ചെയ്തു. എന്നാലും അവർ മരിച്ചുപോയി. ജഡസംബന്ധമായി വിധിക്കപ്പെട്ടു എന്നതിനർത്ഥം അവർ സാധാരണ മനുഷ്യരെ പോലെ മരിച്ചുപോയെന്നാണ്. പക്ഷേ ഉയർപ്പിക്കപ്പെടുന്ന പ്രത്യാശയിലാണ് അവർ മരിച്ചത്. ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കേണ്ടതിന് എന്ന പ്രയോഗത്തിന് അർത്ഥം അതാണ്. അതായത് അനീതി നിറഞ്ഞ ഭരണകൂടം ജഡത്തിന്റെ രീതി അനുസരിച്ച്, ഈ ലോകത്തിന്റെ രീതി അനുസരിച്ച് ക്രിസ്ത്യാനികൾ കൊന്നു കളഞ്ഞെങ്കിലും അവർ മരിച്ചത് ഉത്ഥാനത്തിലുള്ള പ്രത്യാശയോട് കൂടെയാണ്. കാരണം ആത്മാവ് സംബന്ധമായി ജീവിക്കേണ്ടതിനാണ്, ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണമാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചത്. ഇതേ സൂചന 1 തെസ്സലോനിയര് 4-ാമത്തെ അധ്യായം 13 മുതൽ 18 വരെ വാക്യങ്ങളിലും സൂചനയുണ്ട്. അതേസമയം ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. ഇതിനു വേണ്ടിയാണ് എന്ന് തുടങ്ങിയിട്ടാണ് ആ പദസന്ധിയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഏതിനു വേണ്ടി? ഏത് ലക്ഷ്യത്തിന് വേണ്ടി? ആദ്യ പാപത്തിന് ശേഷം ആദാമിന് രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം, സ്ത്രീയും സ്ത്രീയുടെ വിത്തും തമ്മിലും പിശാചിന്റെ വിത്തും തമ്മിലും ശത്രുതയുണ്ടാകും, സ്ത്രീയുടെ സന്തതിയും പിശാചിന്റെ തല തകർക്കും. അതാണ് വാഗ്ദാനം. അപ്പോൾ ആദ്യ പാപത്തിന് ശേഷം ആദാമിന് കിട്ടിയ രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം, അത് കിട്ടിയ നാള് മുതൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മനുഷ്യരും, അബ്രഹാം, മോശെ, ദാവീദ് തുടങ്ങിയ സകല തലമുറകളും ജഡത്തിൽ മരിക്കുന്നെങ്കിലും ആത്മാവിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് എന്ന വചനം ആത്മാവിൽ അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളെ പ്രസംഗിച്ചു എന്ന വചനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു. 1 പത്രോസ് 3:19 നമ്മൾ കണ്ട വചനമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 1.25 മണിക്കൂർ ദീർഘമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടുണ്ട്, അത് വീണ്ടും കാണുക സംശയമുണ്ടെങ്കിൽ. കത്തോലിക്ക സഭയുടെ മതബോധന ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ പറയുകയാണ് 633 യേശു പാതാളത്തിലേക്ക് ഇറങ്ങുകയും മരിച്ചവരോട് പോലും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തത് തൻ്റെ സുവിശേഷ ദൗത്യം പൂർണ്ണമായി നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ മതബോധനം 635. മിശിഹ എന്ന നിലയിൽ യേശുവിൻ്റെ ദൗത്യത്തിന് അന്തിമ ഘട്ടമായിരുന്നു പാതാളത്തിലേക്കുള്ള ഈ ഇറക്കം. കാലത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയതെങ്കിലും യഥാർത്ഥ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഘട്ടമാണിത്.
എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കർമ്മം എല്ലാ കാലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം. കത്തോലിക്ക സഭയുടെ മതബോധനം 634. അപ്പോൾ യേശു നരകത്തിലേക്ക് ഇറങ്ങി, പാതാളത്തിലേക്ക് ഇറങ്ങി, അവിടെ എല്ലാ മരിച്ചവരെല്ലാവരും അവിടെ എത്തുന്നെങ്കിലും എല്ലാവർക്കും ഒരേ സ്ഥിതിയൊന്നുമല്ല. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാനിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മരണമില്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, അങ്ങനെ കർത്താവ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് മരണമില്ല, സ്ഥലം മാറ്റേ ഉള്ളൂ. നിത്യജീവന്റെ ലോകത്തേക്കുള്ള, വെളിച്ചത്തിന്റെ ലോകത്തിലേക്കുള്ള സ്ഥലം മാറ്റം. അതിനാൽ ക്രിസ്ത്യാനിക്ക് രംഗബോധമില്ലാത്ത കോമാളി അല്ല മരണം. ജനനം മുതൽ മരണത്തിന് വേണ്ടിയാണ്, ആ മരണ ദിവസത്തെ കാത്താണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. കാരണം മരണമില്ല, ക്രിസ്ത്യാനിക്ക് മരണമില്ല, സ്ഥലം മാറ്റമാണ്. ഈ സ്ഥലം മാറ്റം അതിനെതിരേൽക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് ക്രിസ്തീയ ജീവിതം മുഴുവൻ. അതുകൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനൊന്നും ക്രിസ്ത്യാനികൾക്ക് ഒരു മടിയില്ലാത്തത്. അതിനാൽ തന്നെ മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതായത് സ്ഥലം മാറ്റത്തെക്കുറിച്ചുള്ള ഈ ജീവിതം ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് സ്ഥലം മാറി വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക്, നിത്യജീവന്റെ ലോകത്തിലേക്ക്, ദൈവത്തിന്റെ ലോകത്തിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള ജാഗ്രത കൂടിയാണ് ഈ മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മ ദിവസത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ഉന്നയിച്ച ചോദ്യം വരികയാണ്. അപ്പോൾ മരിച്ചവരെല്ലാം നിദ്രയിലാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മണ്ടത്തരമാണെന്നും പെന്തക്കോസ്തുകാരും മറ്റും വീടുകൾ കയറിയിറങ്ങി പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ശുദ്ധീകരണ സ്ഥലം എന്നൊന്നും ഇല്ലെന്നും അവർ പഠിപ്പിക്കുന്നു. ആദ്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറയാം. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 2 തിമോത്തി 1:16-18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. തിമോത്തിയോസിനുള്ള 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 16-18 വാക്യങ്ങൾ. പലപ്പോഴും എനിക്ക് ഉന്മേഷം പകർന്നിട്ടുള്ള ഒനേസിഫോറോസിന്റെ കുടുംബത്തിന് മേൽ കർത്താവ് കരുണ ചൊരിയുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമായിലെത്തിയ ഉടനെ അവൻ ആകാംക്ഷപൂർവ്വം എന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്താൻ കർത്താവ് അവന് അനുഗ്രഹം നൽകട്ടെ. എഫേസസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തുവെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ. തിമോത്തിയോസ് എന്ന മെത്രാനോട് ഒനേസിഫോറസ് എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് പറയുകയാണ് പൗലോസ്. ഒനേഫോറസിന്റെ കുടുംബത്തിന് മേൽ എന്നാണ്. ഒനേസിഫോറസും കുടുംബവും എഫേസൂസിലാണ് പാർത്തിരുന്നത്. 1:18 ഇപ്പം നമ്മൾ വചനത്തിൽ ഉണ്ട്. പൗലോസിനെ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിവരം തേടി റോമായിലെത്തി ഒനേസിഫോറസ് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അദ്ദേഹം ഈ ഒനേസിഫോറസ് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് റോമായിൽ തടവിലിട്ടിരിക്കുക. എഫേസസിൽ നിന്ന് റോമായിലേക്ക് സഞ്ചരിച്ച് അവിടെ ചെന്ന് പൗലോസിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ആളാണ് ഈ ഒനേസിഫോറസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന സാഹചര്യം നിലനിന്നിരുന്ന അന്നത്തെ റോമായിൽ ഒനേസിഫോറസ് ചെയ്ത ഈ കാര്യം അദ്ദേഹത്തിന്റെ ധീരതയ്ക്കും വിശ്വസ്തതയ്ക്കും വലിയ തെളിവാണ്. ഈ തിമോത്തിയോസിനുള്ള 2-ാമത്തെ ലേഖനം എഴുതുന്നതിന് മുമ്പ് ഒനേസിഫോറസ് മരിച്ചു പോയി എന്ന സൂചന ഈ തിരുവചനത്തിലുണ്ട്. അതായത് പൗലോസ് 2 പ്രാവശ്യം റോമായിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആദ്യത്തെ ജയിൽവാസം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം 62 മുമ്പായിട്ട്, 62 കാലയളവിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടു, സ്പെയിനിൽ പോയി. സ്പെയിനിൽ നിന്ന് തിരിച്ച് ട്രൊവാസിൽ വന്നു. ട്രൊവാസിൽ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ റോമായിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ക്രിസ്തുവർഷം 67 പൗലോസ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ 62-63 കാലയളവിലാണ് ഈ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്ന ലേഖനങ്ങളൊക്കെ പൗലോസ് റോമായിൽ നിന്ന് എഴുതുന്നത്. തിമോത്തിയോസുള്ള ലേഖനം എഴുതുന്നത് 2-ാമത്തെ കാരാഗ്രഹവാസ സമയത്താണ്. അപ്പോഴേക്കും ഈ തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം എഴുതുമ്പോഴേക്കും ഒനേസിഫോറസ് മരിച്ചു പോയിരുന്നു. ആ സൂചന ഈ വചനത്തിലുണ്ട്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? 3 കാരണങ്ങൾ പറയാം. ഒന്ന്, തൻ്റെ കൂടെ റോമായിൽ ഒനേസിഫോറസ് ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നില്ല. മുമ്പത്തെ കാരാഗ്രഹവാസത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. 2-ാമത്തെ കാരാഗ്രഹവാസത്തിൽ ഒനേസിഫോറസ് തൻ്റെ കൂടെ റോമായിൽ ഉണ്ടെന്ന് പൗലോസ് സൂചിപ്പിക്കുന്നില്ല. 1. 2, ന്യായവിധിയുടെ ആ ദിവസത്തിൽ കർത്താവ് അവരോട് കരുണ കാണിക്കട്ടെ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ന്യായവിധിയുടെ ആ ദിവസത്തിൽ കർത്താവ് ഒനേസിഫോറസിനോട് കരുണ കാണിക്കട്ടെ. ഏതാണ് ആ ദിവസം? വിധിയുടെ ദിവസം, മരിച്ച് വിധിയുടെ ദിവസം, ന്യായവിധിയുടെ ദിവസം, ജീവിക്കുന്നവരെയും മരിച്ചവരും വിധിക്കുന്ന ദിവസം. 3, ഈ തിമോത്തിയോസിനുള്ള 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ
ഒന്നാമത്തെ അധ്യായം നമ്മൾ വായിച്ചത്. 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, പ്രിസ്കായ്ക്കും അക്വിലായ്ക്കും ഒനേസിഫോറസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. തിമോഥെയോസിനോട് പറയാണ് പ്രിസ്ക, പ്രിഷില്ല, അവരുടെ ഭർത്താവ് അക്വില, അവർക്ക് രണ്ടുപേർക്കും വന്ദനം പറയാന്ന് പറഞ്ഞിട്ട് ഒനേസിഫോറസിന് വന്ദനം പറയാന്നല്ല, ഒനേസിഫോറസിന്റെ കുടുംബത്തിന് വന്ദനം പറയാ. ഒനേസിഫോറസ് ജീവിച്ചിരിപ്പില്ല. ഒനേസിഫോറസ് കുടുംബത്തിന്, അപ്പൊ നീ പോയിട്ട് അവർക്ക് വന്ദനം പറയണം, അഭിവാദനം പറയണം, പൗലോസ് തിമോഥെയോസിനോട് പറയാണ്. അപ്പോൾ തിമോഥെയോസിനുള്ള ഈ ലേഖനം എഴുതപ്പെടുന്നതിന് മുമ്പ് ഒനേസിഫോറസ് മരിച്ചു എന്ന സൂചന ഇവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവനോട് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിനർത്ഥം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി ആദിമസഭയിൽ ഉണ്ടായിരുന്നുവെന്നാണ്. ആദിമസഭയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നുവെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും പഴയ നിയമത്തിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുകയാണ്. 2 മക്കബായർ, ഇത് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. 2 മക്കബായർ 12-ാമത്തെ അധ്യായം 42-45 വാക്യങ്ങൾ, ആ ഭാഗം മുഴുവൻ നമുക്ക് വായിക്കാം. യൂദാസ് മക്കബേസ് ഈ പണം പിരിച്ചെടുത്ത് മരിച്ചവരുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിക്കാനായിട്ട് ജെറൂസലമിലേക്ക് അയച്ചു കൊടുത്തു. വളരെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് അപ്രാമാണിക പുസ്തകമാണെന്നാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ പ്രചരിപ്പിക്കുക. അതായത് കാനോനിക ഗ്രന്ഥങ്ങളിലില്ല, ഞങ്ങളുടെ ബൈബിളിൽ ഇല്ല എന്ന് പറയും അവർ. അത് കത്തോലിക്കർ കൂട്ടിച്ചേർത്തതാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണ് എന്ന നുണയെ അവർ പറയും. നിങ്ങൾ അവരോട് ചോദിക്കുക, മാർട്ടിൻ ലൂതർ, പ്രോട്ടസ്റ്റന്റ് സഭ തുടങ്ങിയ മാർട്ടിൻ ലൂതർ, അദ്ദേഹത്തിന് ബൈബിൾ ഈ പുസ്തകം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 1525 പ്രസിദ്ധപ്പെടുത്തിയ മാർട്ടിൻ ലൂതർ പ്രസിദ്ധപ്പെടുത്തിയ ബൈബിളിൽ ഇതുണ്ടായിരുന്നു. 1827 വരെയുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും 2 മക്കബായരുണ്ടായിരുന്നു. 1827 ലണ്ടൻ ബൈബിൾ സൊസൈറ്റി ഈ 7 ഗ്രന്ഥങ്ങൾ, ഇപ്പൊ നമ്മൾ പറയുന്ന ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളെന്ന് കത്തോലിക്കരും അപ്രാമാണിക ഗ്രന്ഥങ്ങളെന്ന് പ്രൊട്ടസ്റ്റന്റുകാരും പറയുന്ന 7 ഗ്രന്ഥങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തത് 1827 ലണ്ടനിലെ ബൈബിൾ സൊസൈറ്റിയാണ്. 1827 അതുവരെയുള്ള എല്ലാ ബൈബിളിലും ഈ 7 പുസ്തകങ്ങൾ, അതായത് 2 മക്കാബായർ ഉൾപ്പെടെയുള്ള ആ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ 7 ഉണ്ടായിരുന്നു. അപ്പൊ കത്തോലിക്കർ കൂട്ടിച്ചേർക്കുകയല്ല ചെയ്തത്, പ്രൊട്ടസ്റ്റന്റുകാര് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പുസ്തകങ്ങൾ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്യാണ്. ഈ ബൈബിളിന് വേണ്ടി ഇല്ല ഇത്രമാത്രം സോളാ സ്ക്രിപ്തൂര എന്ന് പറഞ്ഞ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാര് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പുസ്തകങ്ങൾ നീക്കം ചെയ്തത് ശരിയാണോ? അത് ചെയ്തത് ശരിയല്ല എന്നാണ് കത്തോലിക്ക നിലപാട്. നിങ്ങൾ തീരുമാനിക്കൂ, ആരാണ് ശരി? കത്തോലിക്കരാണോ ഈ നീക്കം ചെയ്ത പ്രൊട്ടസ്റ്റന്റുകാരാണോ ശരി എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത വചനങ്ങളൊക്കെ നീക്കം ചെയ്യുക, ഇഷ്ടമില്ലാത്ത പുസ്തകങ്ങളൊക്കെ നീക്കം ചെയ്യുക. ഇതാണ് മാർട്ടിൻ ലൂതർ ചെയ്തത്. കത്തോലിക്ക സഭ അതിന് അംഗീകരിച്ചില്ല. ഇപ്പൊ നമ്മൾ എറണാകുളത്തും ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരിലെ ചില അച്ഛന്മാരൊക്കെ തോന്നി പോലെ പ്രാർത്ഥന കൂട്ടിച്ചേർക്കുന്നുണ്ട്, കുർബാനയിൽ തോന്നി പോലെ വിട്ടുകളയുന്നുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊക്കെ വിട്ടുകളയുക. ഈ മാർട്ടിൻ ലൂതറും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരും ചെയ്ത അതേ രീതിയാണ്. ഞാൻ പറയാം, മാർട്ടിൻ ലൂതർ പോലും ആ 7 പുസ്തകങ്ങൾ വിട്ടുകളഞ്ഞില്ല, അപ്പൻഡിക്സ് അനുബന്ധമായിട്ട് ചേർക്കുക ചെയ്തത്. മാർട്ടിൻ ലൂതർ പ്രസിദ്ധം ചെയ്ത ബൈബിളിൽ പോലും ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമില്ലാത്തതൊക്കെ വിട്ടുകളയുക, ഇഷ്ടമുള്ളതൊക്കെ കൂട്ടിച്ചേർക്കുക. ഇതൊന്നും കത്തോലിക്കർക്കും ക്രിസ്ത്യാനികൾക്കും ചേർന്നിട്ടുള്ളതല്ല. ഈ ദൈവവചനമാണ് വിശ്വസിക്കുന്നവരോട്, ലിറ്ററേച്ചർ ദൈവദത്തമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തെക്കാൾ വലിയവരാണ് ഞങ്ങൾ, ക്രിസ്തുവിനേക്കാൾ വലിയവരാണ് ഞങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തെക്കാൾ വലിയതാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുന്ന അഹങ്കാരികൾക്ക് ചേർന്ന പരിപാടിയാണ് ഈ കൂട്ടിച്ചേർക്കലും വിട്ടുകളയലൊക്കെ. കത്തോലിക്കർ ചെയ്യില്ല. അപ്പോൾ ഈ 2 മക്കബായർ 12-ാമത്തെ അധ്യായം അവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങളെക്കുറിച്ചും പരിഹാര ബലിയെക്കുറിച്ചും അതിന് പണം പിരിച്ച് ജെറുസലേമിൽ അയച്ചു കൊടുത്തതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 12-ാമത്തെ അധ്യായം വായിച്ചു നോക്കാം. 2 മക്കബായർ കത്തോലിക്കരുടെ ബൈബിളിൽ കാണും, പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിൽ കാണില്ല. പക്ഷേ പ്രൊട്ടസ്റ്റന്റുകാരുടെ കമന്ററികളിൽ കാണും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന കമന്ററികളൊക്കെ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരും ഈ 7 പുസ്തകങ്ങൾ സ്വീകരിക്കും. കാരണം അതിൻ്റെ ഹീബ്രു കയ്യെഴുത്ത് പ്രതികളെല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർഷം കൊണ്ട് എടുക്കും അവർക്കൊന്ന് മാനസാന്തരം വരാൻ. മാത്രമല്ല, മരിച്ചവർ നിദ്ര പ്രാപിച്ചിരിക്കുകയല്ല, ജീവിച്ചിരിക്കുകയാണ് എന്ന് ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെന്തക്കോസ്തക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ മരിച്ചവർ നിദ്ര പ്രാപിച്ചിരിക്കുകയല്ല. ലൂക്കാസിന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 37 മുതൽ ആ ഭാഗം നിങ്ങൾക്ക് മുഴുവൻ വായിക്കാം. ഞാൻ 37 മുതൽ 39 വരെ വായിക്കുകയാണ്. മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് വിളിച്ചുകൊണ്ട് മോശയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വചനം 38. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല,
ജീവനുള്ളവരുടെ ദൈവമാണ്. അടുത്ത വചനം, അവിടത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ. നമുക്കാണ് മരിച്ചെന്നൊക്കെ നമ്മൾ പറയണേ. ഞാൻ പറഞ്ഞു മരിക്കുകയല്ല, സ്ഥലം മാറ്റമാണെന്ന്. അതിനാൽ ഇവിടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കാസിന്റെ സുവിശേഷം 20:38, ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിന് കാണുന്നതിനെ വിശ്വാസം എന്ന് വിളിക്കുന്നത്. 39 വാക്യം, ചില വേദശാസ്ത്രിമാര് പ്രതിസ്പന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു നീ പറഞ്ഞതാണ് ശരി. പെന്തക്കോസ്തുകാരെ, യഹോവസാക്ഷികളെ, ദൈവസഭക്കാരെ, നിങ്ങൾ ഈ വേദശാസ്ത്രിമാരെ പോലെ മാനസാന്തരപ്പെട്ട് ഈശോ പറഞ്ഞതാണ് ശരിയെന്ന് പറയൂ. അപ്പോൾ അവര് ഈ മരിച്ചവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സൂചനകൾ ഉണ്ടോ ബൈബിളിൽ? നമുക്ക് ചിലത് മാത്രം സൂചിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 9:49, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എല്ലാവരും അഗ്നി, തീ കൊണ്ട് ഉപ്പിടും എന്ന് വെച്ചാൽ ഉറ കൂട്ടപ്പെടും. ഉപ്പ് ഇല്ലേ, അഗ്നി കൊണ്ട് ഉപ്പിടുന്ന പോലെ, നമ്മൾ കറിയിലൊക്കെ ഉപ്പിടില്ലേ, ഉപ്പിടുന്ന പോലെ അഗ്നിയിൽ ഉറകൂട്ടപ്പെടും. എന്നാണ് ഈ അഗ്നിയിൽ ഉറകൂട്ടപ്പെടും എന്ന് പറഞ്ഞാൽ? അത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനയായിട്ടാണ്. പല അർത്ഥങ്ങളുണ്ട് അതിന്. ഒരു സൂചന ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ്. അത് വ്യക്തമാക്കുന്നത് 1 കൊരിന്തോസ് 3:14-15 1 കൊരിന്തോസ് 3 അധ്യായം 14-15 വാക്യങ്ങൾ. ഒരുവൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുവന്റെ പ്രവൃത്തി അഗ്നിക്കിരയാകുന്നെങ്കിൽ അവന് നഷ്ടം വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷിക്കപ്പെടും. ശുദ്ധീകരണ അവസ്ഥ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ കത്തോലിക്ക സഭ തിരുവചനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മാരക പാപത്തിൽ മരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് നരകാഗ്നി അല്ലെങ്കിൽ നിത്യശിക്ഷ. മറ്റെല്ലാവർക്കും സ്വർഗമാണ് പ്രതിഫലം. സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്നെങ്കിലും ദൈവത്തെ നേരിൽ കാണാനുള്ള പരിപൂർണതയോ ഹൃദയശുദ്ധിയോ ഇല്ലെങ്കിൽ, മത്തായി 5:8, അവർക്ക് ദൈവം നൽകുന്ന കൃപയുടെ ഒരു ശുദ്ധീകരണ കാലയളവാണ് ശുദ്ധീകരണ അവസ്ഥ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ലഘുപാപത്തിൽ മരിക്കുക, ഉത്തിരിപ്പകർത്തോടെ മരിക്കുക, വാങ്ങിയ കടം കൊടുത്തു വീട്ടാതെ മരിക്കുക, അങ്ങനെ അല്ലേ, അതെല്ലാം പൂർണ്ണമായി ഹൃദയശുദ്ധിയുള്ളവരല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കുംഭസാരത്തിൽ മാരകപാപം ക്ഷമിക്കപ്പെടുന്നു. ചില കാലികമായ ശിക്ഷകൾ ബാക്കി നിന്നാൽ അന്തിമമായ ഒരു ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകണം. ഉദാഹരണം, കുംഭസാരത്തിൽ പ്രായശ്ചിത്തം നൽകുന്നത് നീതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നീതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുന്നില്ലെങ്കിൽ അവരും അന്തിമമായ ഒരു ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകണം. അതിനാൽ ഈ അഗ്നിയിലൂടെ കടന്നു പോകുന്നത് ഒരു ആത്മീയ ശുദ്ധീകരണമാണ്. ഇത് നരകാഗ്നിയിലെ പീഡനം പോലെയല്ല. പരിശോധന നടത്താനും ശുദ്ധി ചെയ്യാനും അഗ്നി ഉപയോഗിക്കുന്നുവെന്ന് പഴയ നിയമത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. പ്രഭാഷകൻ 2:5, യെശയ്യാ 4:4, 6 അധ്യായം 6:7, സക്കറിയായുടെ പ്രവചനം 13:9, മലാക്കിയുടെ പ്രവചനം 3:2-3 വാക്യങ്ങൾ. അഗ്നിശുദ്ധി വരുത്തുക എന്ന പ്രയോഗം തന്നെയുണ്ട്. അതായത് ശേഷിക്കുന്ന സ്വാർത്ഥതയും ദൈവസ്നേഹാഗ്നിയാൽ ശുദ്ധീകരിച്ച് വിശിഷ്ടമാക്കുന്ന കൃപയുടെ കാലയളവാണ് ഈ ശുദ്ധീകരണ അവസ്ഥ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് നമ്മൾ പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 1030-1032. ഈ നമ്മളിതൊന്നും കൂടി വിശദീകരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി ഒന്ന് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകൂടി വിശദമാക്കാം. പൗലോസിന്റെ ഈ തിരുവചനത്തിൽ ഇപ്പം ഈ പറഞ്ഞ 1 കൊരിന്തോസ് അന്തിമ ശുദ്ധീകരണാവസ്ഥയെക്കുറിച്ച് സൂചനയുണ്ടെന്നാണ് കത്തോലിക്ക സഭ കരുതുന്നതും പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. ആ പ്രബോധനം ശരിയല്ലെന്ന് അകത്തോലിക്കരായ കുറേ പേര് പ്രചരിപ്പിക്കുന്നുണ്ട്. പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും അങ്ങനെയുള്ളവർ. അതിനവർ നിരത്തുന്ന കാരണങ്ങൾ എന്താണ്? ഒന്ന്, പൗലോസിയുടെ സൂചിപ്പിക്കുന്നത് ക്രിസ്തീയ നേതാക്കന്മാരെ കുറിച്ചാണ്, എല്ലാ ക്രിസ്ത്യാനികളെയും കുറിച്ചല്ല. ഇതാണ് അവർ പറഞ്ഞ ഒരു ന്യായം. തീർച്ചയായിട്ടും അഗ്നിയിലൂടെ എന്നവണ്ണം രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് പറയുന്നത് ക്രിസ്തീയ നേതാക്കന്മാരെ കുറിച്ചും കൂടിയാണ്. നമ്മൾ കെട്ടിടം തീപിടിച്ചെന്ന് കരുതുക. അതിൽ പെട്ടുപോയ ഒരാൾ 70-80% പൊള്ളലേറ്റിട്ടും മരിക്കാതെ രക്ഷപ്പെട്ടെന്ന് സങ്കല്പിക്കുക. അതുപോലെ ആയിരിക്കും ചില ക്രിസ്തീയ നേതാക്കന്മാർ അഗ്നിവിധിയുടെ നാളിൽ കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നാണ് പൗലോസ് പറയണേ. അതായത് സഭയെ കെട്ടിപ്പടുക്കുക എന്ന അവരുടെ ഉത്തരവാദിത്തം വികലവും മുഴുമിക്കാത്തതും ജീർണിച്ചതുമായി നിൽക്കുന്നു. ഇപ്പം നമ്മുടെ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ കുറേ പേര് അങ്ങനെയല്ലേ? സഭയെ കെട്ടിപ്പടുക്കുന്ന എന്ന മെത്രാന്മാരുടെ ഉത്തരവാദിത്തം
വികലമാക്കിയിരിക്കുന്നു, മുഴുമിച്ചിട്ടില്ല, ജീർണിച്ചു നിൽക്കുന്നു. അവര് 80% 90% പൊള്ളലേറ്റിട്ട് രക്ഷപ്പെടുന്ന പോലെ രക്ഷപ്പെടുള്ളതാണ് പൗലോസ് പറയണേ. ആത്മീയ അനന്തരഫലങ്ങൾ വേദനാജനകമായിരിക്കും അവർക്ക്, എങ്കിലും നിത്യനാശത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഇതാണ് രക്ഷയുടെ ഈ മുഖവര സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നേതാക്കന്മാരെ കുറിച്ചാണത്. ഇവർ പറഞ്ഞ ന്യായം നമുക്ക് അംഗീകരിക്കാം. രണ്ടാമത് അവർ പറയുന്നത് അത് എല്ലാ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല, നേതാക്കന്മാരെ കുറിച്ച് മാത്രമാണെന്നാണ് പെന്തക്കോസ്തക്കാർ പറയണേ. നമുക്കൊരു മറുപടി കൊടുക്കാം. അവർ പറഞ്ഞ രണ്ട് ന്യായങ്ങൾ കൂടി കേൾക്കുക. ഈ ക്രിസ്ത്യാനികളിൽ നേതാക്കന്മാരെയല്ല, അവരുടെ പ്രവൃത്തിയാണ് അഗ്നിപരീക്ഷ നേരിടേണ്ടതെന്നാണ്. അവരല്ല അഗ്നിപരീക്ഷ നേരിടേണ്ടത് അവരുടെ പ്രവൃത്തിയാണ്. ആളുടെ പ്രവൃത്തിയും തമ്മിലൊരു അന്തരം കാണുകയാണ് ഈ പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ. പിന്നെ അവർ പറഞ്ഞ മൂന്നാമത്തെ ന്യായം, ജീവിതത്തിന്റെ അന്ത്യത്തിലല്ല, അന്തിമ ന്യായവിധിയിലാണ് ഈ അഗ്നിശുദ്ധി സംഭവിക്കുക. അതായത് നമ്മുടെ മരണത്തോട് ജീവിതത്തിന് അന്ത്യം സംഭവിക്കല്ലോ, അങ്ങനെ തനത് വിധിയിലല്ല, അങ്ങനെ തനത് വിധി ഇല്ല, അന്തിമ വിധിയേ ഉള്ളൂ, അന്തിമ ന്യായവിധിയേ ഉള്ളൂ. അപ്പോഴാണ് ഈ അഗ്നിശുദ്ധി സംഭവിക്കുക. അതുകൊണ്ട് ഇത് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചല്ലെന്നാണ് ഈ കത്തോലിക്ക സഭ എതിർക്കുന്നവർ പറയുന്നത്. നമുക്ക് എന്ത് ന്യായങ്ങളാണ് മറുപടി നമുക്കുള്ളത്? ഇവർ പറഞ്ഞ ഒരു ന്യായവും അന്തിമ ശുദ്ധീകരണ അവസ്ഥയെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ആ ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചുള്ള സൂചന ഈ തിരുവചനത്തിൽ നിന്ന് ചോർത്തിക്കളയുന്നുമില്ല. ഒന്നാമതായി പൗലോസ് ഇവിടെ ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കൊറിന്ത്യൻ സഭയെ ദേവാലയത്തോട്, ഒരു കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അതിന് തറക്കല്ലിട്ടത് പൗലോസ്, മറ്റുള്ളവർ അതിന് മുകളിൽ ഇങ്ങനെ കെട്ടിപ്പണിതു. അപ്പോളോസ്, കേഫാസ് തുടങ്ങിയവരെ മറ്റുള്ള സന്ദർഭങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് താൻ എഴുതുന്നതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും ഗവനിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് 3:10. എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും, നേതാക്കന്മാരെന്നല്ല, ഓരോരുത്തരും. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് 3:17. 1 കൊരിന്ത്യസ് 3:17. അത് ക്രിസ്തീയ നേതാക്കന്മാരെ മാത്രം ഉദ്ദേശിച്ച് പറയപ്പെട്ടതാണോ? അല്ല, നേതാക്കന്മാർക്കാണ് പ്രഥമ ഉത്തരവാദിത്തം. പക്ഷെ മറ്റുള്ളവരെ ആരെയും ഇത് ഒഴിവാക്കിയിട്ടില്ല. സഭയെ കെട്ടിപ്പടുക്കാൻ എല്ലാ സഭാംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. പൗലോസ് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യസ് 8:1, 10:23, 14:12. സഭയെ നശിപ്പിക്കാനുള്ള അന്തർലീന ശക്തി നേതാക്കന്മാർക്ക് മാത്രമല്ല, സാധാരണ ഇല്ലേ അംഗങ്ങൾക്കും ഉണ്ട്. ഇതിന് നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള പലരും നശിപ്പിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ നശിപ്പിച്ചാലും തീർത്തും ഇല്ലാണ്ടാക്കാനോ നരക കവാടങ്ങൾ അതിന് പ്രബലപ്പെടുകയില്ല. പക്ഷേ ഈ ശക്തിക്ക് അവർ പ്രയോഗിച്ച് നോക്കും. നേതാക്കന്മാരെ കുറിച്ചാണ് പ്രഥമ സൂചനയെങ്കിലും ഓരോ വിശ്വാസിയും ഈ പൗലോസ് പറയുന്ന ആ വചനത്തിന് ഓരോ വിശ്വാസ ജീവിതത്തിൽ അത് ബാധകമാണ്. കാരണം ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തിക്ക് അനുസൃതമായിട്ടാണ് പ്രതിഫലം, അത് ശിക്ഷയാകാം രക്ഷയാകാം നൽകുന്നത്. റോമാലേഖനം 2:6 പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യനെയും പ്രവൃത്തിക്കനുസരിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണത് പറയണേ. റോമാലേഖനം 2:6. രണ്ടാമതൊരു കാര്യം, പൗലോസിട്ട അടിസ്ഥാനത്തിന്മേൽ അവർ പറഞ്ഞ ഇത് ശുദ്ധീകരണവസ്ഥയെക്കുറിച്ചല്ല എന്നവർ പറഞ്ഞല്ലോ. അതായത് അവരെക്കുറിച്ചല്ല, അവരുടെ പ്രവൃത്തിയാണ് അഗ്നിപരീക്ഷ നേരിടുന്നതെന്ന് അതിനുള്ള മറുപടി പറയാണ്. പൗലോസിട്ട അടിസ്ഥാനത്തിന്മേൽ നേതാക്കന്മാരോ ജനങ്ങളോ ദേവാലയം കെട്ടിപ്പടുക്കുന്നത് സ്വർണം, വെള്ളി, കല്ല്, മരം, പുല്ല്, വൈക്കൽ എന്നിവ ഉപയോഗിച്ചൊക്കെയാണെന്ന് ആലങ്കാരിക ഭാഷയിൽ പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ പരിശോധന നടത്തുന്നത് അഗ്നി ഉപയോഗിച്ചാണ്. 3:12, 3:13 വാക്യങ്ങളെ പറയണേ. ഓരോരുത്തരും പണിയാണ് പരിശോധിക്കപ്പെടുന്നത്, തീർച്ചയായിട്ടും 3:13. പക്ഷേ പ്രതിഫലം സ്വീകരിക്കുന്നതും നഷ്ടം സഹിക്കേണ്ടി വരുന്നതും പണിത ആളാണ്. ഓരോരുത്തരും പണിയാണ് പരീക്ഷിക്കപ്പെടുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ പണി പരീക്ഷിച്ചിട്ട് അതിന് നഷ്ടം സഹിക്കുന്നതോ ലാഭം നേടുന്നതോ ആളാണ്, പ്രവൃത്തിയല്ലല്ലോ. 3:14, 3:15 1 കൊരിന്ത്യസ് പറയണേ. അതിനാൽ അന്തിമമായി പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഓരോരുത്തരും പണിയോ പ്രവൃത്തിയോ അല്ല, ആ പണി നടത്തിയ ആളാണ്. നമ്മളിപ്പോൾ ഒരു ആചാര്യോ ഒക്കെ പണിത് കഴിഞ്ഞാൽ പണിയും നമ്മൾ പരിശോധിക്കും. പക്ഷെ ശിക്ഷയോ രക്ഷയോ പ്രതിഫലം ഒക്കെ കൊടുക്കുന്നത് പണിക്കാണോ ആൾക്കാണോ? ആൾക്കല്ലേ. പണി തന്നെ ഉണ്ടാവുമല്ലോ, ആളല്ലേ പണിയുന്നേ. അതുകൊണ്ടാണ് അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷിക്കപ്പെടും എന്ന് പൗലോസ് പറയണേ. അവരുടെ പ്രവൃത്തി രക്ഷിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുന്നല്ല, അവൻ പണിത ആള്. അപ്പോ ഈ പണിയുന്നവരല്ല, പണിയുടെ പ്രവൃത്തിയാണ് അഗ്നിപരീക്ഷ നേരിടേണ്ടത് എന്നുള്ളത് വെറും ബാലിശമായ ഒരു ആർഗ്യുമെന്റ് ആണ്, ഒട്ടും ശരിയല്ല അത്. മൂന്നാമതായി, ആ ദിവസമാണ് ഓരോ മനുഷ്യനും പണി വിളംബരം ചെയ്യുന്നത്. ആ ദിവസം ഏത് ദിവസം? അന്തിമ ന്യായവിധി കാണുന്ന ദിവസം വരെ ജീവിച്ചിരിക്കുന്നവരുടെ പണി വിളംബരം ചെയ്യുന്നത്
അന്തിമ ന്യായവിധിയുടെ ദിവസത്തിലായിരിക്കും. അന്തിമ ന്യായവിധി കാണുന്ന ദിവസം വരെ ജീവിച്ചിരിക്കുന്നവരുടെ, അതായത് കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിന് സാക്ഷികളാകുന്ന തലമുറ, അവരുടെ തലമുറ വിധിക്കപ്പെടുന്നത് അന്ത്യവിധിയിലായിരിക്കും. കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിൽ, അതായത് അവൻ അന്തിമ വിധിക്കാർ വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ ഉണ്ടാകും. ആ തലമുറയെ വിധിക്കുന്നത് അന്ത്യവിധിയിലാണ്. 1 കൊറിന്തോസ് 15:51, 1 തെസ്സലോനിക്ക 4:15, 4:17. എന്നാൽ അതുവരെ ജീവിച്ചിരിക്കാത്തവരുണ്ടല്ലോ, അതായത് അന്തിമ ന്യായവിധിയുടെ ദിവസത്തിന് മുമ്പ് മരിക്കുന്നവരുടെ പണി വിളംബരം ചെയ്യുന്നത് തനത് വിധിയുടെ ദിനത്തിലായിരിക്കും. പൊതുവിധിയുടെ ദിവസം വരെ ജീവിച്ചിരിക്കാത്തവരുണ്ട്, അതിനു മുമ്പ് മരിച്ചു പോയവര്. അവരുടെ വിധി നിശ്ചയിക്കുന്നത് തനത് വിധിയിലാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:21, 22. ഇക്കാര്യം കുരിശിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലായിരിക്കും. അവന്റെ വിധി തനത് വിധിയാണ്, അന്ത്യവിധിയിലല്ലോ. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലായിരിക്കും. ലൂക്കാസ് സുവിശേഷം 23. ധനവാനും ലാസറിന്റെയും കഥയിലും യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അക്തി തടാകത്തില് ധനവാൻ, അബ്രഹാമിന് മടിത്തട്ടെന്ന് പറയുന്ന സ്വർഗത്തില് ലാസർ. ഇത് അന്ത്യവിധിയില, പൊതുവിധിയില അല്ല, തനത് വിധിയിൽ മരിച്ച ഉടനെ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടില്ല. പരിശുദ്ധ തൃത്വം എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യാവതാരം എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ബൈബിൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതി ഈ സത്യങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്. അന്തിമ ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചുള്ള ആശയങ്ങൾ വേദത്താളുകളിൽ പലയിടത്തായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ നമ്മൾ അവയെല്ലാം ശേഖരിച്ച് അവയിൽ ഒളിഞ്ഞു കിടക്കുന്ന പൊരുളുകൾ ആവിഷ്കരിക്കുകയാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ തുണയുള്ള സഭ അങ്ങനെ ചെയ്യണമെന്ന് ഈശോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാൻ 16:13. ലത്തീനില് പർഗാര എന്ന വാക്കിന് വിമലീകരിക്കുക, പേർജ് വിമലീകരിക്കുക, ശുദ്ധമാക്കുക, ക്ലെൻസ് എന്നെല്ലാം അർത്ഥം. പർഗാരെ, പെർഗാറ്ററി, വിമലീകരണ അവസ്ഥ, ശുദ്ധീകരണ അവസ്ഥ. അതിനാണ് ഈ അന്തിമ ശുദ്ധീകരണം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2 തരം അഗ്നിയെക്കുറിച്ച് പഴയ നിയമത്തിൽ സൂചനകളുണ്ട്. നശിപ്പിക്കുന്ന അഗ്നിയുണ്ട്, ശുദ്ധീകരിക്കുന്ന അഗ്നിയുണ്ട്. നശിപ്പിക്കുന്ന അഗ്നി ഉൽപ്പത്തി 19:24, മീകായുടെ പ്രവചനം 1:7. ശുദ്ധീകരിക്കുന്ന അഗ്നി യെശയ്യാ 6:7, 43:2. ഈ കൊടില കൊണ്ട് അഗ്നി എടുത്തിട്ട് യെശയ്യായുടെ ചുണ്ടുകളിൽ സ്പർശിച്ചു. യെശയ്യാ ചത്തുപോകല്ല ചെയ്തത്, ശുദ്ധീകരിക്കപ്പെടുകയാണ്. അഗ്നിയിലും വെള്ളത്തിലും കൂടി സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുവെന്ന് ദാവീദ് പാടുന്നുണ്ട്, സങ്കീർത്തനം 66:12. 2 തരം അഗ്നിയെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലെ കെടാത്ത അഗ്നി അല്ലെങ്കിൽ അഗ്നി നരകം, മർക്കോസ് 9:44, 9:46, 9:47. എല്ലാവരും അഗ്നി കൊണ്ട് ഉപ്പിടും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, മർക്കോസ് 9:49. നശിപ്പിക്കുന്ന അഗ്നി, ശുദ്ധീകരിക്കുന്ന അഗ്നിയെക്കുറിച്ച് പത്രോസും പഠിപ്പിക്കുന്നുണ്ട്, 2 പത്രോസ് 3:10, 1 പത്രോസ് 1:7. ഈ പശ്ചാത്തലത്തില് ഈശോയുടെ ഒരു വചനത്തിന് പ്രത്യേക അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്താൽ പറഞ്ഞാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അവനോട് ക്ഷമിക്കപ്പെടുകയില്ല, മത്തായി 12:32. ചില പാപങ്ങൾ ഈ യുഗത്തിലും മറ്റു ചിലത് വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടാതെ ഇരിക്കാനുള്ള സാധ്യത ഈ തിരുവചനം വിഭാവനം ചെയ്യുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:31. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അന്ത്യങ്ങൾ 4 എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. മരണം, വിധി, സ്വർഗം, നരകം. മത്തായി 25:46, ലൂക്കാസ് 13:24, യോഹന്നാൻ 3:16. ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ 1 കൊറിന്തോസ് 15:29 നമ്മൾ പരിഗണിക്കണം. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തുകൊണ്ട്? മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുക ഇത് കൊറിന്തോസ് സഭയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. എങ്കിലും ആ സമ്പ്രദായത്തിന്റെ രൂപമോ പൊരുളോ അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളുടെ നിഷ്ഠയൊന്നും നമുക്ക് പരിചയമില്ല. അതുകൊണ്ട് ഇച്ചിരി രഹസ്യാത്മകതയുള്ള നിഗൂഢതയുള്ള ഒരു വചനമാണിത്, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുക. അതിനാൽ 2 തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ മരിച്ചുപോയി തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ മറ്റ് മതത്തിലുള്ള അവിശ്വാസികൾക്ക് വേണ്ടി, അവരുടെ ക്രിസ്ത്യാനികളുടെ ബന്ധുക്കൾ, കുറച്ചുപേര് ക്രിസ്ത്യാനികളായി പക്ഷെ ബന്ധുക്കളായിട്ടില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ അത് സംഭവിക്കുന്നുണ്ടല്ലോ. ഒരാൾ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ മുസ്ലിമിനെ കല്യാണം കഴിച്ചു, ക്രിസ്ത്യാനിയുടെ നിലനിൽക്കുന്നു, പക്ഷെ മറ്റാൾ
ഹിന്ദുവായിട്ട്, അപ്പോൾ പുറജാതിക്കാരായിട്ട് നിൽക്കുകയാണ് ചിലർ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ സ്നാനം സ്വീകരിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. മരിച്ചുപോയവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും സ്നാനം സ്വീകരിച്ചിരുന്നു. മരിച്ചുപോയവർക്ക് മരണാനന്തര ജീവനിൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലൂടെ ലഭിക്കുന്ന മാമോദീസയുടെ ഫലങ്ങൾ അടിഞ്ഞു ചേർന്ന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രാതിനിധ്യ കർമ്മം, റെപ്രസെൻറ്റേറ്റീവ് അല്ലെ, അവർക്ക് വേണ്ടി, വികാരിയസ് എന്നല്ല, പ്രാതിനിധ്യം, റെപ്രസെൻറ്റേറ്റീവ് കർമ്മം അനുഷ്ഠിച്ചിരുന്നത്. ഈ 2 മക്കബായർ നമ്മൾ പറഞ്ഞല്ലോ, 12:39-45 മരിച്ചവർക്ക് വേണ്ടി പാവപരി അർപ്പിക്കുന്നത്. അതായത് അവര് വിഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കൈക്കലാക്കിയത് കൊണ്ടാണ് അവർ മരിച്ചു പോയത്. അതൊരു വലിയ പാപമാണ്, 1-ാം പ്രമാണത്തിനെതിരെ പാപം. അങ്ങനെ പാപത്തിൽ മരിച്ചവർക്ക് പാപപരിഹാര ബലി നടത്താൻ വേണ്ടിയാണ് യൂദാസ് മക്കബേസ് അങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെയാണ് കൊറിന്തോസിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുക. തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി, അല്ലെങ്കിൽ ആധ്യാത്മികമായി മരിച്ചിട്ടുള്ളവർ, വിശ്വാസം സ്വീകരിക്കാത്തവർ, 2 കൂട്ടരുണ്ട്. ശരിക്കും ശാരീരികമായി മരിച്ചു പോയവരുണ്ട്, പിന്നെ വിശ്വാസം സ്വീകരിക്കാതെ ആത്മീയമായി മരിച്ചിരിക്കുന്നവർ. ഇവർക്ക് ഇരു കൂട്ടർക്കും വേണ്ടി അവർ സ്നാനം സ്വീകരിച്ചിരുന്നു. ശാരീരികമായും ആത്മീയമായും മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുക. ഈ സ്നാനം എന്ന് പറയുന്നത് സഹനത്തിന്റെ സ്നാനമാണ്, ബാപ്റ്റിസം ഓഫ് സഫറിങ് എന്ന് ആണെന്ന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെയാണെങ്കിലും 1 കൊരിന്തോസ് 15, 30, 34 അങ്ങനെ സൂചനയുണ്ട്. ഇതിലേത് വ്യാഖ്യാനം എടുത്താലും ഒരു കാര്യം സത്യ, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഏത് സ്നാനത്തിനും, അത് ശാരീരികമായി മരിച്ചവർക്ക് വേണ്ടിയാണെങ്കിലും ആത്മീയമായി മരിച്ചവർക്ക്, ആത്മീയമായി മരിച്ചവരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കാത്തവർ, അവർക്ക് വേണ്ടിയാണെങ്കിലും മരിച്ചവർ ഉയർപ്പിക്കപ്പെടുമെങ്കിൽ അല്ലേ ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി സ്നാനം അർത്ഥമുള്ളൂ. അപ്പം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന രീതി കൊരിന്തോസ് സഭയിൽ ഉണ്ടായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഇല്ലേ, മാമോദിസ സ്വീകരിക്കുക, ഒരു കൂദാശ. അപ്പം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇതെല്ലാം തിരുവചനങ്ങളുള്ള കാര്യം പറയണേ. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസമാണ്. കൊന്തയിൽ ഓയിൻ്റെ ഷോയെ ഞങ്ങൾ പാപങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് നരകാഗ്നിയിൽ കിടക്കുന്ന അല്ലേ, അവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമാണ്. നമ്മൾ പള്ളിയിലും ജപമാല ചൊല്ലാറുണ്ട്, തിരുവചന ജപമാലയിലും ഒക്കെ നമ്മൾ ഈ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് അവർ ദൈവസന്നിധിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് പണ്ട് മുതൽ പഴയ നിയമത്തിലുള്ളതും പുതിയ നിയമത്തിലുള്ളതും സഭയിൽ നിലനിൽക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് ഇല്ല എന്ന് പറയാനും മരിച്ചവരൊക്കെ നിദ്രയിലാണെന്ന് പറയാനൊന്നും പെന്തക്കോസ്തുകാർക്കോ ദൈവസഭക്കാർക്കോ ആർക്കും തന്നെ അധികാരമില്ല, അവകാശമില്ല. അവർക്ക് തിരുവചനങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, മരിക്കുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നു? മരിക്കുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നു? നമ്മളിപ്പം മറ്റ് മതസ്ഥരുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമൊക്കെ ഒന്നാണെന്ന് തോന്നൽ നമുക്കുണ്ടാകാം. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാം. മരിക്കുമ്പോൾ മനുഷ്യർ പ്രേതമായി തീരുന്നെന്നും ശേഷക്രിയകൾ നടത്തി അതിനെ ആത്മാവായി മാറ്റണമെന്നും ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗം ചിന്തിക്കുന്നു. മരിക്കുമ്പോൾ മനുഷ്യൻ പ്രേതമായി തീരുന്നു, ഗോസ്റ്റ്. പിന്നെ ശേഷക്രിയകളൊക്കെ നടത്തി അതിനെ ആത്മാവായി മാറ്റണം. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈകൊട്ടി കാക്കയൊക്കെ വിളിച്ച്, അങ്ങനെ കാക്ക വന്നില്ലെങ്കിൽ പ്രേതം ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആ വിശ്വാസമൊക്കെ അവരുടെ രീതിയുണ്ട്. പ്രേതത്തെ ബന്ധിച്ചു കൊണ്ടുപോയി ചില ക്ഷേത്രങ്ങളിൽ തളച്ചിടുന്ന ഹിന്ദുക്കളുണ്ട്. വേറൊരു വിഭാഗം ഹിന്ദുക്കൾ വിചാരിക്കുന്നത് പുനർജന്മത്തിലാണ്. നരൻ നരിയായും പട്ടിയായും പന്നിയായും മറ്റും പുനർജനിക്കും. അങ്ങനെ ഈ പുനർജന്മ ചക്രം അതൊരു വല്ലാത്തൊരു സഹനമാണ്. അതുകൊണ്ട് പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില അമ്പലങ്ങളുണ്ട്. ഇങ്ങനെ പുനർജന്മം ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നതിന് കാരണം ആത്മാവിന് അതിൽ തന്നെ അമരത്വമുണ്ടെന്നാണ്. അത് ആത്മാവ് നശിക്കാൻ പറ്റില്ല. ആത്മാവിന് സ്വയമേ അമരത്വമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ അത് പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ അന്തമില്ലാത്ത ഈ പുനർജന്മ ചക്രത്തിലൂടെ കടന്നു പോകണം. അതിനൊക്കെ ഈ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതിനേക്കാൾ ഉയർന്ന ജീവിയായിട്ടല്ല പുനർജന്മം, താഴ്ന്ന ജീവിയായിട്ടാണ്. നരിയായിട്ടും പട്ടിയായും പന്നിയായും. അതൊരു സഹനത്തിൻ്റെ കഥയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഈ നരിക്കും പട്ടിക്കും പന്നിക്കും ഒക്കെ ആത്മാവുണ്ടോ? പിന്നെ ഈ പുനർജനനം നടക്കുന്നത് വടക്കേ ഇന്ത്യയിൽ തന്നെ മാത്രമായിരിക്കുമോ, അതോ പാശ്ചാത്യ ദേശത്തും ചൈനയിലും മറ്റോ ഉണ്ടാകുമോ പുനർജന്മം? ഇപ്പം ഇവിടെ മരിച്ചു പോയൊരു പുനർജന്മമായിട്ട് ചൈനയിൽ വന്നു വിചാരിക്കുക. അവിടെ പന്നിയും പട്ടിയും ഒക്കെ പാശ്ചാത്യ ദേശത്താണെങ്കിൽ പന്നി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണമായിട്ട് വരും, ചൈനയിലാണെങ്കിൽ പട്ടി ഭക്ഷണമായിട്ട് വരും. അപ്പോൾ
ഈ പുനർജനിച്ച പന്നിയും പട്ടിയൊക്കെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണമായിട്ട് വരികയാണോ? അതിനേക്കാളേറെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇങ്ങനെ ലക്ഷ്യം കണ്ടെത്താതെ യഥാതഥ്യ ചക്രം, കാലചക്രം ഇങ്ങനെ പുനർജന്മത്തിലൂടെ അനന്തമായി ആവർത്തിക്കുകയാണെങ്കിൽ ചരിത്രം മുന്നോട്ട് കുതിക്കുന്നില്ല എന്നല്ലേ വരിക? അത് സത്യമല്ലല്ലോ. ശാസ്ത്രമനുസരിച്ചാണെങ്കിലും സത്യമനുസരിച്ചാണെങ്കിലും കാലം മുന്നോട്ട് കുതിക്കുകയാണ്. ഇങ്ങനെ കാലചക്രം എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. കാലം മുന്നോട്ടാണ്, ലീനിയറാണ്. ഇപ്പോൾ രാത്രി, ഇവിടെ രാത്രി ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ രാത്രി 11:45 രാത്രി 11:45. എനിക്ക് ഈ 11:30 പോകാൻ പറ്റുമോ ഇന്നത്തെ രാത്രി? പറ്റില്ല. 12 മണിക്ക് പോകാൻ പറ്റുമോ? പറ്റും. മുന്നോട്ട് പോകാം, പുറകോട്ട് പോകാൻ പറ്റില്ല. ലീനിയറാണ്, മുന്നോട്ട് കുതിക്കുകയാണ്, പുറകോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ ചക്രമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് പോകാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചരിത്രത്തിന് ദൈവം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് അത് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ എങ്ങും എത്തിക്കാത്ത കാലചക്രത്തിൻ്റെ വെറും ഭ്രമണമല്ല, വെറുതെ ചുറ്റിക്കറങ്ങുന്ന കാലത്തിൻ്റെ ചലനത്തിൽ നിന്ന് അല്ലേ, അതിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഇതല്ല മനുഷ്യജന്മം. ഈ പ്രപഞ്ചം പോലും അങ്ങനെയല്ല. നിങ്ങൾക്ക് ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് പറയുന്ന ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം മലയാളത്തിൽ കിട്ടും. അത് 352 നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ചരിത്രം പുറകോട്ട് പോകുമെന്ന വിശ്വാസവും ഇങ്ങനെ ഒരേ ചക്രത്തിൽ കറങ്ങും എന്ന് വിശ്വാസമൊന്നും അതൊന്നും ശരിയല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമല്ല. അവിശ്വാസികൾക്ക് നരകവും വിശ്വാസികൾ പറുദീസും എന്നാണ് ഇസ്ലാം മതത്തിൽ വിശ്വാസം. അതായത് മരിച്ചതിന് ശേഷം വീണ്ടും ഭൗതികമായ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും അതൊരു ഭൗതിക സ്വർഗത്തിലായിരിക്കുമെന്നും മുസ്ലിംസ് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന് വേണ്ടി ജിഹാദായിട്ട് മരിച്ചു കഴിഞ്ഞാൽ 70-72 ഹൂറിമാരെ, കന്യകമാരോട് കിട്ടും. ഗ്യാരണ്ടീഡ് കന്യകമാർ. ഭൂമിയിലുള്ളത് അത്ര ഗ്യാരണ്ടീഡ് കന്യകയാണെന്ന് പറയാൻ പറ്റില്ല. സ്വർഗത്തിൽ ഈ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചാൽ 70 കന്യകമാരെ കിട്ടുമെന്നും ഇവിടെ 4 മാക്സിമം പറ്റൂ ശരീഅത്ത് പ്രകാരം. അവിടെ 70 കിട്ടുമെങ്കിൽ ഏതാ നല്ലത്? അപ്പം എത്രയും പെട്ടെന്ന് മരിച്ച് അവിടെ ചെല്ലുക. ഇങ്ങനെ ശരീരത്തോട് ഉയർക്കുമെന്നാണ് അവർ വിശ്വസിക്കണേ. ഈ ഭൗതിക ശരീരത്തോടെ. ഭൗതികമായതെല്ലാം നശിക്കില്ലേ? അപ്പോൾ അത് സ്വർഗ്ഗമായിരിക്കുമോ? വേറൊരു ഭൂമി പോലെ. അത് അവരുടെ സ്വർഗം. ഈ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭൗതിക സ്വർഗമാണ്, ഭൗതികമായ ഉയർപ്പാണ്. അത് ഭയങ്കരമായി തെറ്റായ കാഴ്ചപ്പാടാണ്. കാരണം എന്താ? ഭൗതികമായത് എല്ലാം നശിച്ചു പോകും, പദാർത്ഥമായിരിക്കുന്ന എന്തും നശിച്ചു പോകും. ഈ 70 ഇല്ലേ, ഓരോ മുസ്ലിം പുരുഷനും 70 കന്യകമാരെ ലഭിക്കുമെന്നും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നൊക്കെ അവർ പ്രചരിപ്പിക്കുക. അങ്ങനെ ഓരോ മുസ്ലിം പുരുഷനും 70 കന്യകമാർ വെച്ച് വേണമെങ്കിൽ ഈ ഭൂമിയിൽ ഓരോ പുരുഷനും 70 കന്യകമാർ വെച്ച് കൊടുക്കണമെങ്കിൽ ഒരുപാട് കന്യകമാർ വേണ്ടി വരും. പിന്നെ കുറേ പേര് നരകത്തെ തള്ളുന്നത് കൊണ്ട് ജനം കുറെ ഉണ്ടാവുകയായിരിക്കും. ഇതെല്ലാം എന്തൊരു വികലമായ വീക്ഷണമാണ്. ഈ മരിച്ചതിന് ശേഷമുള്ള ജീവിതം ഭൗതികമാണെങ്കിൽ അത് ഉത്ഥാനമാകുമോ? നിത്യജീവനാകുമോ? പദാർത്ഥമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന എല്ലാം പിന്നെയും നാശത്തിന് വിധേയമാകില്ലേ? അതിനാൽ അത് നിത്യജീവനാകില്ല. നശ്വരമായതിന് അനശ്വരതയാകാൻ കഴിയില്ല. ക്രിസ്തുധർമ്മ പ്രവേശിക ബെനഡിക്ട് മാർപ്പാപ്പയുടെ 452. അക്കാരണത്താൽ ഭൗതികമായ ഉത്ഥാനത്തിലും ഭൗതികമായ സ്വർഗത്തിലുമുള്ള വിശ്വാസം ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമല്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഏക ആളായ യേശു, മരിച്ചവരിൽ ഉയർത്ത ഏക വ്യക്തിയായ യേശു ഇങ്ങനെ പറഞ്ഞു: മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, മറിച്ച് അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആയിരിക്കും. മർക്കോസ് 12:25. സ്വർഗത്തിൽ നിന്ന് വന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു പറഞ്ഞെന്താണ്? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുമ്പോൾ അവർ വിവാഹം കഴിക്കില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയില്ല. അതുകൊണ്ട് 70-72 ഹൂറിമാർ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത് മഹാമണ്ഡത്തരാണ്. ആത്മാവിന് സ്വയമേവ അമരത്വമുണ്ടെന്നും, അതായത് മരിക്കില്ലെന്നും, ഒരാളുടെ മരണശേഷം അയാളുടെ ആത്മാവാണ് അമരത്വം പ്രാപിക്കുന്നതെന്നും ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു. അത് തന്നെയാണ് ക്രൈസ്തവരുടെയും വിശ്വാസമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തുകാരും ദൈവസഭക്കാരും ഒക്കെ കത്തോലിക്കർക്കെതിരെ തിരിയുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആത്മാവിന് സ്വയമേവ അമരത്വമുണ്ട് എന്നല്ല. അത് 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 ഹിന്ദുക്കളുടെയും പണ്ടത്തെ ഗ്രീക്കുകാരുടെയും വിശ്വാസമാണ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആളുടെ ഉയർപ്പിലാണ്, ആത്മാവിൻ്റെ അമരത്വത്തിലല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് കേൾക്കണേ, ഇനി പറയുന്ന കാര്യം പ്രത്യേകിച്ചും. കാരണം നമ്മുടെ അച്ഛന്മാരിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെയല്ല പ്രസംഗിക്കുന്നത്, തെറ്റാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശരിയായി കേൾക്കണമെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. മരിച്ചവർ ദൈവത്തിൻ്റെ ശക്തിയാൽ മരിച്ചവർ ആത്മാവല്ല, മരിച്ചവർ ദൈവത്തിൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെടുമെന്നാണ്
ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ ക്രിസ്തുധർമ്മ പ്രവേശിക 441. അതായത് മരിച്ചയുടെ ആത്മാവുകൾ മാത്രം ഉയർപ്പിക്കപ്പെടുമെന്നല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. എന്താണ് ഈ വിശ്വാസം തമ്മിൽ അന്തരം? നമുക്ക് ആദ്യം തന്നെ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കുക. ആരാണ് മനുഷ്യൻ? ഗ്രീക്ക് സങ്കല്പം, ഹിന്ദു സങ്കല്പം എന്താണ്? രണ്ട് വൈദേശികമായ സത്തകൾ, അതായത് ഒന്ന് നശ്വരമായ ശരീരം, മറ്റത് അനശ്വരമായ ആത്മാവ്, ഇങ്ങനെ യോജിച്ചാണ് മനുഷ്യൻ ഉണ്ടാകുന്നതെന്നാണ് ഹിന്ദുക്കളും യവനര് ഗ്രീക്കുകാരും വിചാരിക്കുന്നത്. രണ്ട് വൈദേശിക സത്തകൾ, ശരീരം നശ്വരമായത്, ആത്മാവ് അനശ്വരമായത്, ഇത് രണ്ടും യോജിക്കുമ്പോൾ ഇല്ലേ മനുഷ്യൻ ഉണ്ടാകുന്നെന്നാണ് അവർ വിചാരിക്കണേ. ഈ ആത്മാവ് നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ആത്മാവ് മറ്റൊരു ഉണ്മയില്ലാതെ തന്നെ, മറ്റൊരു ശരീരമില്ലാതെ തന്നെ സ്വതന്ത്രമായി അസ്തിത്വത്തിൽ തുടരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ആത്മാവിന് ജീവിക്കാൻ ഒരു ശരീരം തന്നെ വേണമെന്ന് അവർ കരുതുന്നില്ല. ഇതല്ല ക്രിസ്തീയ വിശ്വാസം, ഇതല്ല ക്രിസ്തീയ വിശ്വാസം. തീർത്തും അന്യമായ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകുന്നത്, അതിന് തനിമയാർന്ന അസ്തിത്വം ലഭിക്കുന്നത് എന്നൊക്കെ യവനരും ഹിന്ദുക്കളും കരുതുന്നു. അതായത് വസ്ത്രം മാറുന്നത് പോലെ ദേഹി, അതായത് ആത്മാവ് ദേഹത്തെ മാറുന്നുവെന്ന് ഹിന്ദുക്കൾ പറയുന്നു. ഈ യവന സങ്കല്പവും ഹിന്ദു സങ്കല്പവും ചേർന്ന് പോകുന്നെങ്കിലും ക്രിസ്ത്യാനികളുടേത് അതല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അതല്ല. നമ്മുടെ അച്ഛന്മാരിൽ വളരെയധികം പേരും, ക്രിസ്ത്യാനികൾ വളരെയധികം പേരും ഈ ഗ്രീക്കുകാരും ഹിന്ദുക്കളും വിശ്വസിക്കുന്നത് പോലെയാണ് ഇപ്പോഴും പള്ളിയിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്ര ആവർത്തിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം ഹിന്ദുക്കളുടെ വിശ്വാസം പോലെയോ യവനരുടെ വിശ്വാസം പോലെയോ അല്ല. അപ്പോൾ എന്താണ് പിന്നെ ക്രൈസ്തവ വിശ്വാസം? ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ആദ്യം ആരാണ് മനുഷ്യൻ എന്ന് അറിയണം. ഈ ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഹോമിനൈസേഷൻ, അതായത് മനുഷ്യവൽക്കരണം, മനുഷ്യനാകുന്ന പ്രക്രിയ, ആ പ്രക്രിയ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ. അതായത് മനുഷ്യനാകുന്ന പ്രക്രിയയിൽ നമ്മൾ മനുഷ്യരാകുകയാണല്ലോ. മനുഷ്യ ഈ പിന്നെ വിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ എവല്യൂഷൻ ആണെന്ന് വിചാരിക്കുക, മൃഗം മനുഷ്യനാക്കുന്നു. ആ പ്രക്രിയയിൽ അതിനാണ് ഹോമിനൈസേഷൻ എന്ന് പറയണേ. അതിൽ പോലും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഒരു നിഴലുണ്ട്. അനാലജി ആയിട്ട് ഞാൻ പറയണേ, എന്താണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം? നിത്യമായ വചനം, അതായത് ആരംഭമോ അവസാനമില്ലാത്ത വചനം. ആ വചനത്തിന് മനുഷ്യ ശരീരം വേണം. അപ്പോൾ ആ വചനത്തിന്, നിത്യമായ വചനത്തിന് മനുഷ്യ ശരീരം കൊടുക്കാൻ മറിയത്തോട് ആവശ്യപ്പെട്ടു. ഈ മാലാഖയെ അയച്ചിട്ട് മറിയ ആ ശരീരം കൊടുത്തു. അപ്പോൾ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് മനുഷ്യാവതാരം. അനാലജിയായിട്ട് ഞാൻ പറയണേ, തീർത്തും അതുപോലെയല്ല, ഒരു നിഴല് പോലെ. ദൈവം സൃഷ്ടിച്ച ആത്മാവ്, വചനം സൃഷ്ടിക്കപ്പെട്ടതല്ല, നമ്മുടേത് സൃഷ്ടിക്കപ്പെട്ട ആത്മാവ്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാൻ നമ്മുടെ അപ്പനോടും അമ്മയോടും പറയാണ് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ അപ്പനും അമ്മയും ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കുമ്പോൾ ആ ആത്മാവ് തന്നെ ആളായി മാറുകയാണ്. ഇത് ഭയങ്കരമായൊരു സത്യമാണേ. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാനായിട്ട് ദൈവം നമ്മുടെ മാതാപിതാക്കന്മാരോട് പറയുന്നു. നമ്മുടെ മാതാപിതാക്കന്മാർ അതിന് സഹകരിക്കുമ്പോൾ ആ ആത്മാവ് ആളായി മാറുകയാണ്. അതിനാൽ ബൈബിളിൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആളാണ്. ഹിന്ദുക്കളും യവനരും ഗ്രീക്കുകാരും സൂചിപ്പിക്കുന്ന പോലെയുള്ള ആത്മാവല്ല. നമ്മൾ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ, ഈ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആളായിത്തീർന്ന ആത്മാവിനെന്നാണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികൾ. ആളായിത്തീർന്ന ആത്മാവിന്, അല്ലാതെ വെറും ആത്മാവിനല്ല. ഹിന്ദുക്കളും യവനരും വിചാരിക്കുന്ന പോലെ ആത്മാവ് അങ്ങ് നിൽക്കുകയല്ല, ആളായിത്തീർന്ന ആത്മാവാണ്. നമ്മൾ ശരീരത്തിന് ഉയർപ്പിലും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയണേ. എല്ലാ ദിവസവും നമ്മൾ വിശ്വാസ പ്രവൃത്തി ചൊല്ലിയാണ് ശരീരത്തിന് ഉയർപ്പിലും വിശ്വസിക്കുന്നു. അവിടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസ്ഥിയിൽ ഒട്ടിക്കിടക്കുന്ന മാംസമല്ല, അതല്ല, ആളായി തീർന്നവനെന്നാണ്. ആളുടെ ഉയർപ്പിൽ നാം വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആത്മാവിൻ്റെ ഉയർപ്പിലല്ല, ആളുടെ ഉയർപ്പിലാണ്. അപ്പോൾ നമ്മൾ ആത്മാവെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളും ഗ്രീക്കുകാരും പറയുന്നത് പോലെ ശരീരത്തിന് വേറിട്ട് നിൽക്കുന്ന ഒരു ആത്മാവല്ല, ആളായി തീർന്ന ആത്മാവാണ്. ശരീരം എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്. ശരീരത്തിന് ഉയർപ്പിൽ നിന്ന് വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആളുടെ ഉയർപ്പിൽ,
നമ്മളായി തന്നെ എന്നാൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ സ്വർഗത്തിലുണ്ടാകും. നമ്മുടെ ആത്മാവ് മാത്രമല്ല, നമ്മളായിട്ട് തന്നെ, പക്ഷെ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ. എന്ന് വെച്ചാൽ അവിഭാജ്യ മനുഷ്യൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ രക്ഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രക്ഷ. അവിഭാജ്യനായ മനുഷ്യൻ എന്ന ഒരൊറ്റ വ്യക്തി, ഒരൊറ്റ ആള്, ആ ആളുടെ രക്ഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നിത്യജീവൻ. അല്ലാതെ മനുഷ്യനിലെ പാതിയുടെ, അതും താരതമ്യേന അപ്രസക്ത പകുതിയായ ആത്മാവിന്റെ രക്ഷപ്പെടലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന 443 പേജാണ് ഞാൻ പറയണേ. ബൈബിളിൽ ഉപയോഗിക്കുന്ന പ്രയോഗം ശരീരത്തിന്റെ ഉയർപ്പ് എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുടെ ഉയർപ്പ് എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞത് ആത്മാവിന് ശാന്തി ഉണ്ടാകാൻ, ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ആ ആത്മാവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളായി തീർന്ന ആളാണ്. ആ ആളുടെ ശാന്തിക്കാണ്. മനുഷ്യൻ അവിഭാജ്യനാണ്. അവന് ശരീരം, ആത്മാവ് എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല ക്രിസ്ത്യാനികൾക്ക്. നാം നമ്മുടെ ശാരീരികത ജീവിക്കുകയും മനുഷ്യന്റെ ഏക ഉണ്മയെ സാക്ഷാത്കരിക്കാൻ ഒഴിച്ചുകൂടാനാകാത്തതായി അതിനെ അനുഭവിച്ചറിയും ചെയ്യാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? ശാരീരികതയിലല്ലേ, ശരീരം കൊണ്ടല്ലേ, ശരീരത്തിലല്ലേ ജീവിക്കുന്നത്. ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആത്മാവിനല്ല നിത്യജീവനുള്ളത്. മനുഷ്യന് അവന്റെ സാകല്യാവസ്ഥയിൽ ആള് എന്ന അർത്ഥത്തിലാണ് അമരത്വമുള്ളത്. ക്രിസ്തുധർമ്മ പ്രവേശിക 440, 441 പേജുകൾ. അപ്പൊ നമുക്ക് ചോദ്യം കുറച്ചുകൂടി എന്താ പറയാ, മൂർത്തമായി, കോൺക്രീറ്റായി. മരിച്ചവരുടെ ഉയർപ്പ് അഥവാ ഉണർത്തൽ സംഭവിക്കുന്നത് അന്ത്യദിനത്തിലാണ്. അത് സംശയമൊന്നുമില്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ടത്. പക്ഷെ അതേസമയം ഈ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ ഞാൻ ഇപ്പോൾ പറയുന്നത്, ചരിത്രത്തിന്റെ അന്ത്യത്തിൽ മനുഷ്യവംശത്തിന്റെ മുഴുവൻ സഹവാസത്തിലാണ് അത് സംഭവിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ അമരത്വത്തിന്റെ സമൂഹാത്മക സ്വഭാവമാണ്. അന്ത്യവിധിയിൽ എന്താണ് സംഭവിക്കുന്നത്? അന്ത്യദിനത്തില് മനുഷ്യവംശം മുഴുവൻ ഉയർപ്പിക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെടുന്നത് അന്ത്യദിനത്തിൽ തന്നെയാണ്. അതിനർത്ഥം മനുഷ്യവംശം മൊത്തം ഉയർപ്പിക്കപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉയർപ്പിക്കപ്പെടുക എന്ന് തന്നെയാണ്. മരിച്ചവരുടെ ഉയർപ്പ് അഥവാ ഉണർത്തൽ സംഭവിക്കുന്നത് അന്ത്യദിനത്തിലാണ്. അതിനർത്ഥം മനുഷ്യവംശത്തിന്റെ മുഴുവൻ ഈ സഹവാസത്തിലാണ് ഈ നമ്മുടെ അമരത്വത്തിന്റെ സമൂഹാത്മക ഭാവം. നമ്മൾ അവിടെ സമൂഹമായിട്ടുണ്ടാകും മനുഷ്യവംശം. അതാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ സാകല്യ അവസ്ഥ, സാകല്യം എന്ന് പറഞ്ഞാൽ എൻറ്റയറിറ്റി, ഹോൾനെസ്, ആ അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അമരത്വം. ആ മനുഷ്യവംശത്തിൽ നിന്നാണ്, ആ മനുഷ്യവംശത്തിലേക്കാണ്, ആ മനുഷ്യവംശത്തോടൊപ്പമാണ് വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നതിനാൽ രക്ഷ നേടുന്നതായാലും നഷ്ടപ്പെടുന്നതായാലും അതിനോടൊപ്പമാണ്. മനുഷ്യവംശത്തോടൊപ്പമല്ലേ നമ്മളിവിടെ ജീവിക്കണേ. നാം രക്ഷ പ്രാപിക്കുന്നതാണെങ്കിലും രക്ഷപ്പെടുന്നില്ലെങ്കിലും ഈ മനുഷ്യവംശത്തോടൊപ്പമാണ് സംഭവിക്കുക. കളക്റ്റീവ് ക്യാരക്ടർ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് പറയുക അതിനെ. അമരത്വത്തിന്റെ സംഘാത സ്വഭാവം. മനുഷ്യവംശവും വ്യക്തിയും തമ്മിലുള്ള ഒരു കൂട്ടിക്കെട്ടലുണ്ട്. ഗ്രീക്ക് തത്വചിന്ത അനുസരിച്ച് ആത്മാവിലേക്ക് പൂർണ്ണമായും ബാഹ്യലോകത്ത് നിന്ന് വരുന്ന ഘടകങ്ങളാണ് ശരീരവും ചരിത്രവും. ഗ്രീക്ക് തത്വചിന്ത, യവന തത്വചിന്ത, ആത്മാവിന് ജീവിക്കാൻ ശരീരമോ ചരിത്രമോ വേണ്ട, മറ്റൊരു ജീവിയും വേണ്ട. എന്നാൽ മനുഷ്യനെ ഒറ്റ ഏകകമായി കാണുന്നതാണ് ക്രൈസ്തവ തത്വചിന്ത അല്ലെങ്കിൽ ക്രൈസ്തവ വേദപുസ്തകം. മനുഷ്യനെ, എല്ലാ മനുഷ്യരും കൂടി ഒറ്റ ഏകകമാണ്. അതിനാൽ ഈ സഹജീവികളുടെ സഹവർത്തിത്വം ഘടനാപരമാണ്, അനിവാര്യമാണ്. മനുഷ്യന് ജീവിക്കണമെങ്കിൽ മനുഷ്യരുമായുള്ള സഹവർത്തിത്വത്തിലേ ജീവിക്കാനാകൂ. അത് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും. അപ്പോൾ മരണത്തിന് ശേഷം നമുക്ക് മറ്റു മനുഷ്യരുമായി ഒരു സഹവർത്തിത്വമുണ്ട്. ക്രിസ്തുധർമ്മ പ്രവേശിക 445. ഇതിനെയാണ് പുണ്യവാന്മാരുടെ ഐക്യമെന്ന് വിശ്വാസ പ്രമാണം വിശേഷിപ്പിക്കുന്നത്. പുണ്യവസ്തുവായ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരെല്ലാം പുണ്യവാന്മാരുടെ ഐക്യത്തിൽ തുടരുന്നു. ഇതൊരു ചെറിയൊരു ചർച്ചയാണ്. ഇതിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ ഉരുത്തിരിയെന്ന് പറയാം. ഒന്ന്, ഉത്ഥാനം അഥവാ ഉയർപ്പ് എന്ന വാക്കിലൂടെ ബൈബിൾ സൂചിപ്പിക്കുന്നത് ആളുടെ, മനുഷ്യൻ എന്ന അഖണ്ഡ വ്യക്തിയുടെ അമരത്വമാണ്. ഗ്രീക്ക് തത്വചിന്തയിലും ഹൈന്ദവ തത്വചിന്തയിലും മനുഷ്യൻ നശ്വരനായ സൃഷ്ടിയാണ്. അതിനങ്ങ് ജീവിച്ചുകൊണ്ടേയിരിക്കാനാകില്ല. ശരീരം, ആത്മാവ് എന്നീ 2 വ്യത്യസ്ത തലങ്ങളുള്ള 2 ചേരുവകളുടെ കൂടിച്ചേരൽ അനുസരിച്ച് മരിക്കുമ്പോൾ അവ വ്യത്യസ്ത വഴികളിലേക്ക് പോകുന്നു. ശരീരം ഒരു വഴിക്ക് പോകുന്നു, ആത്മാവ് ഒരു വഴിക്ക് പോകുന്നു. ഒന്ന് നശിക്കുന്നു, മറ്റത് ജീവിക്കുന്നു. ഇങ്ങനെയല്ല. അതൊക്കെ
ഗ്രീക്ക് തത്വചിന്തയും ഹൈന്ദവ തത്വചിന്തയുമാണ്. അതൊന്നുമല്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസം. ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് ഈ മനുഷ്യൻ എന്ന ജീവി തന്നെയാണ്, മനുഷ്യൻ എന്ന സൃഷ്ടി തന്നെയാണ് രൂപാന്തരപ്പെട്ട ശാരീരിക അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ആത്മാവ് മാത്രമല്ല, നമ്മൾ നമ്മുടെ സാകല്യാവസ്ഥയിൽ മനുഷ്യൻ എന്ന സൃഷ്ടി, മനുഷ്യൻ എന്ന ആള് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ശരീരത്തിലേക്ക് ആത്മാവിനെ തിരികെ ഏൽപ്പിക്കലല്ല ഉത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ തന്നെ തുടർന്നും ജീവിക്കുകയാണ്. മനുഷ്യൻ ആളെയാണ് ദൈവം മരണത്തിൽ നിന്നും ഉണർത്തുന്നത്. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന 447. നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ രക്തസാക്ഷികൾ ആത്മാവുകൾ സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെ ഇരിക്കുന്നു, അവർക്കൊരു വെള്ള വസ്ത്രം കൊടുക്കുന്നു, എന്നിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ ആളത്വം എന്നാണ് അർത്ഥം. ഈ രക്തസാക്ഷികളുടെ ആത്മാവുകൾ സ്വർഗത്തിൽ ബലിപീഠത്തിന് താഴെ, സിംഹാസനത്തിന് താഴെ ഇരിക്കുന്നത് വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടി എന്നാണ്. രൂപാന്തരപ്പെട്ട അവസ്ഥയോടുകൂടി, രൂപാന്തരപ്പെട്ട അവസ്ഥ. അവർക്ക് രൂപാന്തരപ്പെട്ട തേജസ്സുള്ള ശരീരം നൽകുന്നത് അന്ത്യവിധിയിലാണ്. പക്ഷേ ഇപ്പോൾ ആളാണ്, ആത്മാവ് മാത്രമല്ല, ആളാണ് അവിടെ സന്നിഹിതമായിരിക്കുന്നത്. ഈ രക്തസാക്ഷികൾ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ എന്നാണ്. അതിനാണ് ഈ വെള്ളവസ്ത്രം എന്നവിടെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ആത്മാവിന് സ്വയമേവ മരണമില്ലാത്തത് കൊണ്ടല്ല, സ്വയമേവ അമരത്വമുള്ളത് കൊണ്ടല്ല അത് ഉയർപ്പിക്കപ്പെടുന്നത്. അതുപോലെ ശരീരത്തിന്റെ മരണത്തിന് ശേഷം അത് തുടർന്ന് ജീവിക്കുന്നത്. ഇത് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ആത്മാവിന് സ്വയമേവ മരണമില്ലാത്തത് കൊണ്ടല്ല, ആത്മാവിന് സ്വയമേവ അമരത്വമുള്ളത് കൊണ്ടല്ല അത് ഉയർപ്പിക്കപ്പെടുന്നതും ശരീരത്തിന്റെ മരണത്തിന് ശേഷം തുടർന്ന് ജീവിക്കുന്നതും. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, സ്വയമേവ നശിപ്പിക്കാനാകാത്ത ഘടകത്തിന്റെ, ആ ഘടകമായ ആത്മാവിന്റെ നൈസർഗിക ശക്തിയിൽ നിന്നല്ല ബൈബിൾ ഉദ്ദേശിക്കുന്ന അമരത്വം പുറപ്പെടുന്നത്. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന 442. അതായത് മുമ്പേ ഉണ്ടായിരുന്നതും സ്വതന്ത്രമായ ആത്മാവിന്റെ അമരത്വത്തിന്റെ പോരായ്മ നികത്തുകയല്ല മരിച്ചവരെ ഉയർപ്പെന്ന് പറഞ്ഞാൽ. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന 442. പ്രത്യുത മരിച്ചവരെ ഉത്ഥാനം ചെയ്ത യേശു തൻ്റെ നിത്യജീവിതത്തിൽ നമ്മെ ഉൾച്ചേർത്തുന്നത് കൊണ്ടാണ് നാം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത്. ഇത് നിങ്ങൾ വളരെ നന്നായിട്ട് കേൾക്കണേ പല പ്രാവശ്യം. ആത്മാവിന് സ്വയമേവ അമരത്വമുള്ളത് കൊണ്ടല്ല ക്രിസ്ത്യാനികൾ ഉയർപ്പിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നത്. യവനർ അങ്ങനെ വിചാരിക്കുന്നത്, ഹിന്ദുക്കൾ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല. മറിച്ച് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഏക വ്യക്തിയായ യേശു അവന്റെ നിത്യജീവിതത്തിൽ നമ്മെ ഉൾച്ചേർത്തുന്നത് കൊണ്ടാണ് നാം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത്. 2 പേരുടെ ഉൾച്ചേരലുണ്ട് ഇവിടെ, ഉയർപ്പിക്കുന്നവന്റെയും ഉയർപ്പിക്കപ്പെടുന്നവന്റെയും. യേശു നമ്മെ ഉയർപ്പിക്കുന്നു, ഉയർപ്പിക്കപ്പെട്ടവനായ യേശു നമ്മെ ഉയർപ്പിക്കുന്നു. 2 ആളുണ്ട് അവിടെ, 2 പേര് ഉൾച്ചേരലുണ്ട് നമ്മുടെ ഉത്ഥാനത്തിൽ. ഇയ്യോബിന്റെ പുസ്തകം 19, 25, 26, സങ്കീർത്തനം 73, 23 ഒക്കെ സൂചനയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന മറ്റ് മത സ്ഥാപകരുണ്ടല്ലോ, ശ്രീബുദ്ധനോ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ മുഹമ്മദോ, ഇവരാരും തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിട്ടില്ല. യേശുക്രിസ്തു മാത്രമാണ് മരിച്ചവരുടെ നിന്ന് ഉയർത്താനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവന് മാത്രമേ മനുഷ്യരെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കാനുള്ള ശക്തിയുള്ളൂ. സ്വന്തക്കാർ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്നേഹമായ യേശുവിനെ മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നിത്യത്വം ഉറപ്പു നൽകുകയും കൊടുക്കാൻ ചെയ്യാൻ പറ്റൂ. അവനത് ചെയ്തിരിക്കുന്നു. എല്ലാ സ്നേഹവും നിത്യത്തിനായി കൊതിക്കുന്നുണ്ട്, അത് നിത്യസ്നേഹമാണ്. അതിനാൽ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ മനുഷ്യന്റെ ഏറ്റവും സാരാംശമായ ആളത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. മരിച്ചവരുടെ ഉത്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അവരുടെ ഏറ്റവും സാരാംശം എന്താണ്? നമ്മുടെ ആളത്വം. ആ ആളത്വം തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലാതെ നമ്മുടെ ആത്മാവ് മാത്രമല്ല. ഇതാണ് കർത്താവ് ഈ ശരീരം ഉപേക്ഷിക്കാതെ, കബറത്തിൽ ഉപേക്ഷിക്കാതെ ശരീരത്തോട് ഉത്ഥാനം ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ആളുടെ ഉയർപ്പാണ്, വെറും ആത്മാവിൻ്റെ ഉയർപ്പല്ല. കർത്താവ് ശരീരം അവിടെ കല്ലറയിൽ ഉപേക്ഷിച്ചില്ല. ആ ശരീരവുമായിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോയത്. ഇപ്പോഴും ആ ശരീരം അവൻ ശരീരത്തിൽ ആ തിരുമുറിവുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ തിരുമുറിവുകൾ കാണിച്ചില്ലേ, വിശേഷിച്ച് തോമാസ് ലീഹായ്ക്ക്. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാലും ആത്മാവിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുടെ ഉയർപ്പാണ്.
ആ ആള്, മനുഷ്യൻ എന്ന ആളുടെ സാകല്യാവസ്ഥയാണ്. ചരിത്രത്തിനുള്ളിൽ ശരീരത്തോട് ജീവിക്കുന്ന മനുഷ്യന്, ആത്മാവിന് മാത്രമല്ല, അമരത്വം കൊടുക്കാൻ ദൈവം തിരുമനസ്സാകുകയും കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊടുക്കാൻ വേണ്ടി മരിച്ചവരിൽ നിന്ന് പെട്ടവനാണ് യേശുക്രിസ്തു. അതായത് നശിക്കാൻ പറ്റാത്ത ആത്മാവ്, അമരത്വമുള്ള ആത്മാവ്, അനശ്വരമായ ആത്മാവ് സ്വയം നേടുന്നതല്ല മരിച്ചവരുടെ ഉയർപ്പ്. ദൈവം തരുന്നതാണ്, ദൈവം നൽകുന്നതാണ്. ക്രിസ്തു ധർമ്മ പ്രവേശിക്കുന്ന 444. മനുഷ്യന്റെ ഉണ്മ ദൈവത്തിന്റെ നിത്യത്തിലേക്ക് പ്രവേശിച്ചത് ഏത് മനുഷ്യനിലൂടെയാണോ, മനുഷ്യന്റെ ഉണ്മ ദൈവത്തിന്റെ നിത്യത്തിലേക്ക് പ്രവേശിച്ച ഏത് മനുഷ്യനിലൂടെയാണോ, ആ മനുഷ്യ ആരാ? ക്രിസ്തു. ആ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെയാണ്, പിതാവുമായി ഏകീഭവിച്ച മനുഷ്യനായ യേശുക്രിസ്തുവിനോട് കൂടെയാണ് നമ്മുടെ ഭാവി സുനിശ്ചിതമായി തുറക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ ക്രിസ്തു മരിച്ചവൻ ഉത്ഥാനം ചെയ്തപ്പോൾ നമ്മുടെ ആളത്വത്തിന് പുതിയ തരത്തിൽ മറ്റൊരു ലോകത്ത് ജീവിക്കാനുള്ള സാധ്യതയാണ് തുറന്നിട്ടത്. യേശുവിൽ ദൈവത്തിന്റെ വചനം മാംസം ധരിക്കുകയും നമ്മുടെ അസ്തിത്വത്തിലേക്ക് ശരിക്കും പ്രവേശനം നേടുകയും ചെയ്തു. അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്തപ്പോൾ തന്റെ ശരീരം കബറിടത്തിൽ ഉപേക്ഷിച്ചില്ല, മറിച്ച് ശരീരത്തോടു കൂടിയാണ് ഉത്ഥാനം ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ തന്നെ ഉണ്മയ്ക്കുള്ളിൽ മനുഷ്യന്റെ അസ്തിത്വം ഒരർത്ഥത്തിൽ ഒരു ജോമെട്രിക്കൽ സ്പേസ്, ഒരു ജാമിതീയ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു. ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന 403. ദൈവത്തിൽ നമുക്കൊരു ഇടം, അതാണ് സ്വർഗം. ദൈവത്തിൽ നമുക്കൊരു ഇടം, അതാണ് സ്വർഗം. എന്തെന്നാൽ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സംഭാഷണമാണ്, വചനമാണ് ജീവൻ. ദൈവം നമ്മളുള്ള ഒരു സംഭാഷണം, നമ്മൾ അവൻ്റെ തമ്മിലുള്ള ബന്ധം, സംഭാഷണ ബന്ധം, ആ ബന്ധമാണ് ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 1:4. ഈ നിത്യനായി ജീവിക്കുന്നവനാണ് മനുഷ്യനെ സംബുദ്ധി ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് എന്ന കാരണത്താൽ ഈ സംഭാഷണത്തിൽ, ഈ ബന്ധത്തിൽ ദൈവത്തിന്റെ പങ്കാളിക്ക് തന്നിൽ തന്നെ ജീവനുണ്ട്. അതിനർത്ഥം നമ്മോടുള്ള ദൈവത്തിന്റെ വചനമായ ക്രിസ്തു തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. യോഹന്നാൻ 11:25 മർത്തായുടെ മറിയത്തോടൊക്കെ പറഞ്ഞില്ലേ? അതായത് ക്രിസ്തുവിലേക്കുള്ള പ്രവേശനമാണ്, അതിനെ നമ്മൾ വിശ്വാസം എന്ന് വിളിക്കണേ. ദൈവത്താൽ അറിയപ്പെടുക, ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുന്നതിനർത്ഥം ക്രിസ്തുവിലേക്കുള്ള പ്രവേശനമാണ്. ആ അവസ്ഥ ഇല്ല, ക്രിസ്തുവിലേക്കുള്ള പ്രവേശനം, ആ അവസ്ഥയാണ് അമരത്വം. അല്ലാതെ ആത്മാവിന് സ്വയമേവ അമരത്വം ഉണ്ടെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഹിന്ദുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഗ്രീക്കുകാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല. ക്രിസ്തുവിലേക്കുള്ള, അതായത് മരിച്ചവരെന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള പ്രവേശനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അമരത്വം. അത് നമുക്ക് നൽകപ്പെടണം. ആത്മാവിന് സ്വയം അങ്ങോട്ട് നേടാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് യോഹന്നാൻ 3:15 പറഞ്ഞത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവനേ നിത്യജീവനുള്ളൂ. പുത്രനിൽ വിശ്വസിക്കാത്തവന് നിത്യജീവനില്ല. യോഹന്നാൻ 3:15, 3:36, 5:24. അമരത്വത്തിലേക്ക് ആത്മാവിന് സ്വയമേവ പറന്നുയരാനുള്ള ചിറകുകളില്ല. അത് ആത്മാവിന് ശരീരം പ്രാപിച്ചു കഴിയുമ്പോൾ അത് ആളായി മാറുന്നത് കൊണ്ടാണ്. അല്ലാതെ ആത്മാവിന് സ്വയം അങ്ങ് പറന്ന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. പുത്രനിൽ വിശ്വസിച്ചാലേ പറ്റൂ. കാരണം ആ പുത്രൻ മാത്രമാണ് മരിച്ചവൻ ഉത്ഥാനം ചെയ്യുകയും നമ്മളായി തന്നെ എന്നാൽ രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാനുള്ള സ്വർഗത്തിന്റെ കവാടം തുറന്നിടുകയും ചെയ്തത്. അവനിൽ കൂടി അല്ലാതെ ആർക്കും അതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു, അച്ചോ എല്ലാം അന്ത്യദിനത്തിലാന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെയല്ലല്ലോ. അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ലോകാവസാനത്തിൽ മാത്രം നടക്കുന്ന അകലെയുള്ള സംഭവമല്ല പുനരുത്ഥാനം. വിശ്വാസത്തിലൂടെ അത് ഇപ്പോൾ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവൻ ദൈവവുമായിട്ട് സംഭാഷണത്തിലാണ്, ബന്ധത്തിലാണ്. ഈ സംഭാഷണമാണ്, ബന്ധമാണ് മരണത്തെ അതിശയിക്കുന്ന നിത്യജീവൻ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ക്രിസ്ത്യാനികൾ മരിക്കുന്നില്ല, സ്ഥലമാറ്റമേ ഉള്ളൂ. വിശ്വാസം ഉദ്ഘാടനം ചെയ്ത ക്രിസ്തുവുമായുള്ള ജീവിതം പുനരുത്ഥാന ജീവിതത്തിന്റെ ആരംഭമാണ്. അതിനാൽ തന്നെ അത് മരണത്തെ അതിശയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1:23, 2 കൊരിന്ത്യർ 5:28, 1 തെസ്സലോനിക്കർ 5:10. വിശ്വാസത്തിന്റെ സംഭാഷണം, വിശ്വാസത്തിന്റെ ബന്ധം, അത് തന്നെയാണ് നിത്യജീവൻ. അതിനെ തകർക്കാൻ മരണത്തിന് കഴിയില്ല. ക്രിസ്തു ധർമ്മ പ്രവേശിക്കുന്ന 4:46. ക്രിസ്ത്യാനിയുടേത് ക്രിസ്തുവിലേക്കുള്ള ഉൾച്ചേരലായതിനാലും അവന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് ആ ജീവജലത്തിലും ജീവരക്തത്തിലും എന്നതുകൊണ്ടും ക്രിസ്തു എന്നേക്കും ജീവിക്കുന്നവനായതിനാലും, അതായത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനായതിനാലും ഇപ്പോഴേ നിത്യജീവിതത്തിൽ ആയിരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. കത്തോലിക്ക സഭയുടെ മതബോധനം 1020. മാരകപാപം ചെയ്യുകയും അതിൽ മരണം വരെ തുടരുകയും ചെയ്താൽ മാത്രമേ ആ നിത്യജീവൻ നഷ്ടപ്പെടൂ.
അപ്പോൾ നാലാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മൾ പറഞ്ഞ നിത്യജീവൻ അല്ലെങ്കിൽ അമരത്വം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു സംഘാത സ്വഭാവമുണ്ട്. നമ്മൾ കഴിഞ്ഞ തന്നെ ഒന്ന് ആവർത്തിക്കുകയാണ്. കളക്റ്റീവ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് വിളിക്കുന്നത് ഇതാണ്. മനുഷ്യ സമുദായത്തോടൊപ്പമുള്ള സഹവാസമാണ് അമരത്വം അഥവാ നിത്യജീവൻ. ഒറ്റയാക്കപ്പെട്ട ആത്മാവല്ല, മനുഷ്യൻ തന്നെയാണ് ജീവിക്കുന്നത് എന്നതിനാൽ മാനുഷിക സഹവർത്തത്തിന്റെ അംശവും ഭാവി ജീവിതത്തിന്റെ ഭാഗമാണ്. ഇക്കാരണത്താൽ മനുഷ്യവംശത്തിന്റെ ഭാവി മൊത്തത്തിൽ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ വ്യക്തിയുടെ ഭാവി ജീവിതം പൂർണ്ണത കൈവരിക്കൂ. ക്രിസ്തുധർമ്മ പ്രവേശിക 447. അത് അന്ത്യവിധി അല്ലെങ്കിൽ സാർവത്രിക വിധി എന്ന് പറയുന്നത് ആ ഘട്ടത്തിലാണ്. കത്തോലിക്ക സഭയുടെ മതപനം 1021. സമയത്തിന്റെ സമാപ്തിയിൽ സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോടുകൂടെ ഭരിക്കും. കത്തോലിക്ക സഭയുടെ മതബോധനം 1042. മാത്രമല്ല, ഞാൻ കഴിഞ്ഞൊരു ഏതൊരു വീഡിയോയിൽ ഇപ്പോൾ ഓർക്കുന്നില്ല, പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ നരകത്തെക്കുറിച്ചുള്ള ആ സംഭാഷണത്തിലാണ്, ആ പ്രസംഗത്തിലാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയും, ഈ ഭൂമി പൂർണ്ണമായി നശിക്കുമെന്നല്ല, ആകാശം പൂർണ്ണമായി നശിക്കുമെന്നല്ല, പുതിയ ആകാശം പുതിയ ഭൂമി, ഈ പ്രപഞ്ചം, ഭൗതിക പ്രപഞ്ചം തന്നെ രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ഈ ദൈവം വന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമി ശാശ്വതമായി നശിച്ചു പോകില്ല, ലോകാവസാനത്തിലും നശിച്ചു പോകില്ല, രൂപാന്തരം പ്രാപിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1060. തനത് വിധിയെ തകിടം മറിക്കിയല്ല അന്ത്യവിധിയിൽ ചെയ്യുന്നത്. തനത് വിധിയെ തകിടം മറിക്കിയല്ല അന്ത്യവിധിയിൽ. പ്രത്യുത നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പനായും പുറത്തു വരും. നടപടി 24:15, ദാനിയേൽ 12:1, കത്തോലിക്ക സഭയുടെ മതബോധനം 1038. അങ്ങനെ ഉയർപ്പിക്കപ്പെടുമ്പോൾ അവർ ആളായി തീർന്നവരുടെ ആത്മാവ് അവരുടെ തേജസ്സുള്ള ശരീരവുമായിട്ട് ഒന്നിപ്പിക്കപ്പെടും. അവർക്ക് ലഭിച്ച പ്രതിഫലം അത് നിത്യശിക്ഷയോ നിത്യരക്ഷയോ അവർ ശരീരത്തോടു കൂടെ, രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടെ അനുഭവിക്കാൻ വേണ്ടിയാണിത്. തീർച്ചയായിട്ടും ഈ അന്തിമ രൂപാന്തരത്തിന്റെ രീതി മട്ടും കെട്ടുമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതൊക്കെ ദൈവത്തിന്, ക്രിസ്തുവിന് വിട്ടുകൊടുക്കുക. 1042 കത്തോലിക്ക സഭയുടെ മതബോധനം. അപ്പൊ ഈ ചിന്തകളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് ഒരു കാര്യം ഒന്നുകൂടി ചോദിക്കാം. മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ആളത്വമായി മാറിയ ആത്മാവ് ഭൗതിക ശരീരത്തിന് വേർപ്പെടുന്നു. ഭൗതിക ശരീരം മണ്ണോട് മണ്ണായി തീരുന്നു. ആളായി മാറിയ ആത്മാവ് തനത് വിധി നേരിടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 10:21. നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിലായിരിക്കുമെന്ന ലൂക്കാസ് 23:43 യേശു തന്റെ ക്രൂശിക്കപ്പെട്ടവനോട് പറഞ്ഞല്ലോ. പശ്ചാത്തപിച്ച കവർച്ചക്കാരന് പറുദീസ, അല്ലാത്തവനില്ല. ഇത് അന്ത്യവിധിയെക്കുറിച്ചല്ലോ. നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിലായിരിക്കുമെന്നല്ലേ ധനവാനിൽ ലാസറിന്റെ ഉപമയുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടത്. ലൂക്ക 16:22. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഹെബ്രായ ലേഖനം 9:27. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഫിലിപ്പിയ ലേഖനം 1:23 പൗലോസ് പറയണേ. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് 2 കൊരിന്തോസ് 5:8 പൗലോസ് പറയുന്നുണ്ട്. ഇതൊക്കെ തനത് വിധിയിലേക്ക് കുറിച്ച് പറയണേ, അല്ലാണ്ട് അന്ത്യവിധിയെക്കുറിച്ചല്ല. പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്ക് പോകാനാണ് പൗലോസ് ഇച്ഛിക്കുന്നത്. ഹെബ്രായ ലേഖനം 12:23. ഇതെല്ലാം തനത് വിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന തിരുവചനങ്ങളാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1051. അപ്പോൾ തനത് വിധി, വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? വിധി, നമ്മൾ കോടതിയിലേക്ക് വിധി എന്ന് പറഞ്ഞാൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ നിഷ്കളങ്കൻ, കുറ്റക്കാരനല്ല. അപ്പോൾ അതാണ് വിധി. ഇവിടെയും വിധി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ശിക്ഷ എന്ന് പറഞ്ഞാൽ നരകം, പ്രതിഫലം എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ സ്വർഗം. ദൈവം ആരെയും നരകത്തിൽ പോകാൻ മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല, ഒരാളെയും. കത്തോലിക്ക സഭയുടെ മതബോധനം 10:37. ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്തിരിയുന്ന തരത്തിൽ മാരകപാപം ചെയ്യുകയും മാനസാന്തരപ്പെടാതെ പശ്ചാത്തപിക്കാതെ മരണം വരെ ആ മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധനം 1037. ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപാടാണ് നരകം. കത്തോലിക്ക സഭയുടെ മതബോധനം 1066. ബൈബിൾ അതിനെ രണ്ടാമത്തെ മരണം എന്നാണ് വിളിക്കുന്നത്. വെളിപാട് 20:14. അല്ലാത്തവർക്കെല്ലാം, ഞാൻ ഒന്നുകൂടി പറയട്ടെ, ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം വിച്ഛേദിക്കപ്പെടുന്ന തരത്തിൽ മാരകപാപം ചെയ്യുകയും പശ്ചാത്തപിക്കാതെ മാനസാന്തരപ്പെടാതെ മരണം വരെ ആ മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നുള്ളൂ. അല്ലാതെ മരിക്കുന്നവർക്കെല്ലാം സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് എല്ലാവർക്കും, ബാക്കിയുള്ളവർക്കെല്ലാം.
ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കും. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്, അവനായിരിക്കുന്ന പോലെ കാണുകയും ചെയ്യും. കത്തോലിക്ക സഭയുടെ മതബോധനം 10:23, 10:28 ഇതിനൊക്കെ തിരുവചനങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതത്തെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. അത് പരിശുദ്ധ കന്യകാമരത്തോടും മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊപ്പമുള്ള തൃത്വത്തോടൊപ്പമുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1024. അവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കുകയും ചെയ്യും. വെളിപാട് 22:5, മത്തായി 25, 21, 25, 23. അതാണ് സ്വർഗീയ സഭ. അവർ ശാശ്വത സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ അവിടുന്ന് ആയിരിക്കുന്ന പോലെ കാണുകയും മഹത്വപൂർണ്ണനായി ക്രിസ്തു നിർവഹിക്കുന്ന ദൈവിക ഭരണത്തിൽ വിശുദ്ധ മാലാഖമാരോടൊപ്പം വ്യത്യസ്തമായ അളവിലും രീതിയിലും പങ്കുചേരുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1053. ദൈവത്തിന്റെ കൃപയിലും കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നെങ്കിലും ഹൃദയശുദ്ധിയുടെ പൂർണ്ണത ഇല്ലെങ്കിൽ, അതായത് സ്വർഗത്തിലേക്ക് പ്രതിഫലം കിട്ടി ഇല്ലേ, പക്ഷേ ദൈവത്തെ നേരിട്ട് കാണാനുള്ള ഹൃദയശുദ്ധി ഇല്ല. അപ്പോൾ ദൈവത്തെ മുഖാമുഖം കാണാൻ കഴിയില്ല. അപ്പോൾ ഈ വിശുദ്ധർക്ക് കിട്ടുന്ന ആ ഭാഗ്യം നമുക്ക് കിട്ടില്ല. ദൈവകൃപയിലാണ് നമ്മൾ മരിക്കുന്നത്, ദൈവത്തോട് സൗഹൃദത്തിലാണ് മരിക്കുന്നത്. പക്ഷെ ദൈവത്തെ മുഖത്തോട് മുഖം കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. സ്വർഗസ്ഥന പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കണം, എങ്കിലും ദൈവത്തെ കാണാൻ പറ്റൂ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. അതായത് ദൈവത്തോടുള്ള സൗഹൃദത്തിൽ നമ്മൾ മരിക്കുന്നു, കൃപാവരത്തിൽ മരിക്കുന്നു, മാരകപാപത്തിലല്ല. പക്ഷെ വിശുദ്ധരെ പോലെ ഹൃദയശുദ്ധിയില്ല, പരിപൂർണതയില്ലെങ്കിൽ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്നെങ്കിലും നിത്യരക്ഷയുടെ സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്നെങ്കിലും ദൈവത്തെ കാണാനുള്ള ഭാഗ്യമില്ല. അങ്ങനെയുള്ളവർക്ക് ശുദ്ധീകരണത്തിന്റെ ഒരു പ്രസാദ കാലയളവ് ദൈവം അനുവദിക്കുന്നു. എ ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണ അവസ്ഥ, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. നിത്യ ശിക്ഷയ്ക്കായി ശപിക്കപ്പെട്ടവരുടെ വിധിയിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഈ ശുദ്ധീകരണ അവസ്ഥ. കത്തോലിക്ക സഭയുടെ മതബോധനം 1030. ശുദ്ധീകരണത്തിന് കാലയളവ് കഴിയുമ്പോൾ അവരും ദൈവത്തെ മുഖത്തോട് മുഖം കാണും. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പലതും. നരകത്തിലെ ശമിക്കാത്ത അഗ്നിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശുദ്ധീകരിക്കുന്ന അഗ്നി. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിച്ചിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഈ ഈ ശുദ്ധീകരണ അവസ്ഥയിലെ അഗ്നിയെക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്, താൻ സ്നേഹിക്കുന്ന ഭർത്താവ് അങ്ങനെയാണ്, ഭർത്താവ് വരുമെന്ന് പറഞ്ഞു. ആ ഭർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തൻ്റെ വാത്സല്യമേറിയ സ്നേഹമുള്ള ഭർത്താവിന് വേണ്ടിയുള്ള ഭാര്യയുടെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് ഒരു വളരെ പ്രത്യാശയുള്ളതാണ്. അതേസമയം ഒരു ഹൃദയനീറ്റലുണ്ട്. എന്താണാവോ നേരം വൈകണേ, വിമാനത്തിന് വല്ലതും പറ്റിയോ, തീവണ്ടിക്ക് വല്ലതും പറ്റിയോ, ഈ ഒരു ഇതുണ്ട് താനും. അതായത് പ്രിയതമനെ കാണാനുള്ള മോഹത്തിൽ നിന്നാണ് ഈ വേദന. അല്ലാതെ അത് അഗ്നിയിൽ കിടന്നുള്ള ആ തരത്തിലുള്ളൊരു വേദനയല്ലല്ലോ, നരകാഗ്നിയിലോ ജയിലിൽ കിടക്കുന്ന പോലുള്ളൊരു വേദനയല്ലല്ലോ. പ്രിയതമനെ കാണാൻ പറ്റുന്നില്ല എന്ന് കാണാനുള്ള മോഹം, അതൊരു ഹൃദയനീറ്റലാണ്. അത്തരമൊരു ഹൃദയനീറ്റലാണ് ശുദ്ധീകരണ തലത്തിലുള്ളതെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശുദ്ധീകരണം ആവശ്യമുള്ള, അതായത് ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിച്ചു, ദൈവത്തിനുമായി സൗഹൃദത്തിൽ മരിച്ചു, പക്ഷെ ദൈവത്തെ കാണാനുള്ള ഭാഗ്യമായിട്ടില്ല. സ്വർഗം പ്രതിഫലമായി കിട്ടി, പക്ഷെ ദൈവത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ഗ്രേസ് പീരീഡ് ദൈവം അനുവദിക്കുകയാണല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവ്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നമ്മൾ അതിലേക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെയാണ് അവർക്കത് ലഭിക്കുന്നത്? ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദിവ്യകാരണത്തിൽ നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന ഒരേ ഒരു കർത്താവിൻ്റെ ശരീരമല്ലേ, ഒരേ ഒരു കർത്താവിനെയല്ലേ, ഒരേ ഒരാളുടെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നു. യേശു ശിരസും നാം അവൻ്റെ അവയവങ്ങളുമാണ്, ശരീരമാണ്. കൊളോസസ് ലേഖനം 1:18, 1 കൊരിന്ത്യസ് 12:13. ശരീരത്തിൽ ഒരു അവയവത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ ദോഷം ശരീരത്തെ മൊത്തം ബാധിക്കില്ലേ? ഇപ്പം എൻ്റെ കൈ മുറിഞ്ഞു, ഇവിടെ മാത്രമല്ലല്ലോ വേദന, മൊത്തം ഒരു അസ്വസ്ഥതയില്ലേ? അപ്പം നമ്മൾ ഒരേ കർത്താവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് അവൻ ശിരസും നമ്മൾ ശരീരവുമായിട്ട് മാറുകയാണ്. ഇതുപോലെ ഒരു അവയവത്തിൻ്റെ ഗുണമോ ദോഷമോ മറ്റുള്ളവർ ബാധിക്കുന്ന പോലെ നമ്മിൽ നിന്നും വേർപെട്ട് പോയാൽ, ഞാൻ പറഞ്ഞല്ലോ മനുഷ്യവംശം ഒരു സാകല്യാവസ്ഥയിലാണ്. ഓരോ ഒറ്റ തിരിഞ്ഞ ആത്മാവിൻ്റെ അമരത്വം അല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പുണ്യവാന്മാർ ഐക്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഐക്യം ഉള്ളത് കൊണ്ട് ഒരേ കർത്താവിനെ സ്വീകരിച്ച് ഒരേ കർത്താവിൻ്റെ ശരീരമായി നമ്മൾ രൂപാന്തരപ്പെടുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ പ്രാർത്ഥനകൾ ആർക്കാണോ ആവശ്യം അവർക്കത് കർത്താവ് വിതരണം ചെയ്യുന്നു. ഈ ഇയ്യോബിൻ്റെ പുത്രന്മാർ ജോബിൻ്റെ തങ്ങളുടെ പിതാവിൻ്റെ ബലിവഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിനാൽ നാം എന്തിനു സംശയിക്കണമെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം ചോദിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 1032. അതിനാൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ശക്തിയാൽ സഭ മരിച്ചവരെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 1055. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാത്ത് ഞങ്ങൾ രക്ഷിക്കണമേ, എല്ലാ ആത്മാവുകളെയും എന്നുവെച്ചാൽ എല്ലാ ആളുകളെയും, വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആളുകളെയും ആളായിത്തീർന്ന ആത്മാവുകളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥന നാം ആവർത്തിച്ച് ചൊല്ലുന്നു. ഇതിനെ ഫാത്തിമ പ്രാർത്ഥന എന്നും വിളിക്കാറുണ്ട്. ജപമാലയിൽ ഓരോ ഡെക്കഡ് കഴിഞ്ഞിട്ടും ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് ദൈവമാതാവ് ഫാത്തിമയിൽ വെച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇതിനെ ഫാത്തിമ പ്രാർത്ഥന എന്നുകൂടി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ധനഹായിലെ അവസാനത്തെ വെള്ളിയാഴ്ച മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് വ്യത്യസ്ത സഭകളിൽ വ്യത്യസ്ത ദിവസങ്ങളുള്ളത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? മരിച്ച് ജീവിച്ചിരിക്കുകയാണോ? അവർ നിദ്രയിലാണോ? ശുദ്ധീകരണ സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് മരിച്ചവരുടെ ഉയർപ്പ്? എന്താണ് ഉയർപ്പിക്കപ്പെടുന്നത്? ആത്മാവാണോ, ശരീരമാണോ, അത് ആളാണോ? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി കട്ടിയാണ് എങ്കിലും ഒരു ഈ ടോക്കം വളരെ ദീർഘമേറിയതാണ്. പക്ഷെ നിങ്ങൾ പല പ്രാവശ്യം കാണുമെന്നും ഇതേക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി ഉത്തരമിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മിൽ നിന്ന് മരിച്ചുപോയ സകലർക്കും വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. വിശേഷിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇന്നേ ദിവസം കുർബാനയിൽ പങ്കെടുത്ത് നമുക്കത് കാഴ്ചവെക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.